ആലോചനയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും കുഞ്ഞുങ്ങൾക്കൊരു അഭിഷേകം പകരുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് ഒരു താല്പര്യം കൊടുത്തു. അദ്ദേഹം അത് ശുശ്രൂഷിക്കും. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഇന്ന് രാത്രി ഈ വെബിൽ കയറിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കാണുക, അനുഗ്രഹം പ്രാപിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ വെബ്സൈറ്റിന് മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അനുഗ്രഹം പ്രാപിക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും. നിങ്ങൾ സ്വീകരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിന് കരങ്ങളടിച്ച് കർത്താവിന്റെ ദാസനെ നമുക്ക് സ്വീകരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രത്യേകിച്ച് പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ സമയമെടുക്കും. Praise the Lord. I desire to pray for the little children even from the beginning. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ ഒരു പ്രത്യേക കാര്യമുണ്ട്. There is a reason why I decided to pray like that. എനിക്ക് 3 മക്കളുണ്ട്. I have 3 children. എൻ്റെ 3 മക്കൾ യൗവനക്കാരായ മക്കളാണ്. All the 3 of them are young. അവർ യൗവനക്കാരായ മക്കളുടെ വഴിയെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. I know very well the way they are taking. ആരും കുഴപ്പക്കാരായ കുഞ്ഞുങ്ങളല്ല. By the grace of God, they are all good children. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളും ദൈവത്തെ ഭയപ്പെടുന്നവരും ദൈവത്തെ ഭയപ്പെടുന്ന വീട്ടിലുള്ളവരുമാണ്. The children here also have godly parents and they fear God. പക്ഷെ നമ്മൾ എല്ലാവരും നിൽക്കുന്ന സ്ഥലം നല്ലതല്ല. But the place where we are is not really good. നമ്മുടെ കാലുറപ്പിച്ച സ്ഥലത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. No, wherever we have put our foot, there are small problems. ഒരു ചെടി ഒരു സ്ഥലത്ത് നട്ടാ, if you plant a tree somewhere, ആ ചെടി നടുന്നിടത്തുനിന്ന് അതിന്റെ വേരിറങ്ങി എവിടെല്ലാം പോകുമോ അവിടെ നിന്നാണ് ആ വൃക്ഷത്തിലേക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടായി വരുന്നത്. Wherever the root of the plant goes, it is from there that the plant begins to grow. അങ്ങനെ ആ ചെടി വളരാനും അതിൽ നിന്ന് ഫലം കൊടുക്കാനും പറ്റിയ ഒരു മണ്ണിൽ കൊണ്ടുവന്ന് നട്ട് കഴിയുമ്പോൾ ആ വൃക്ഷം അത് വേര് 4 സൈഡിലേക്കും പാകി അവിടെയുള്ളതെല്ലാം വലിച്ചെടുത്തിട്ടാണ് ആ ചെടി വളരുകയും അത് പുഷ്ടി പ്രാപിക്കുകയും ചെയ്യുന്നത്. The tree, wherever it is planted, the root goes deep down into the different places and it gathers all the nutrition that it requires to grow. ഇന്ന് രാത്രി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും പ്രായമുള്ളവരോടും ഒരുപോലെയായി ദൂത് വരുന്നത്. Tonight the message is for all of us. നമ്മളെല്ലാം നിൽക്കുന്ന സ്ഥലം പ്രശ്നമുള്ളതാണ് നമ്മൾ അറിഞ്ഞാൽ, if we know that the place where we are planted is not so good, അവിടെ വേരുകൾ എവിടെയെല്ലാം പോകുമെന്ന് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. we should be careful and we should know where all the roots can go. നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്ത തലമുറയെ കർത്താവ് വരാൻ താമസിച്ചാൽ ദൈവത്തിന് കൊള്ളാവുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളൊന്ന് കൈയുയർത്തി കാണിച്ചാൽ മതി. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവരുടെയും ഉള്ള ഈ ആഗ്രഹം എന്ന് പറയുന്നത്, കർത്താവ് ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ, ഞങ്ങളുടെ മക്കൾ അടുത്ത കാലഘട്ടത്തിൽ അവർ ദൈവത്തിന് വേണ്ടി ഈ രാജ്യത്താണെങ്കിൽ ഇവിടെ നിൽക്കണം. Hallelujah. All the parents desire that in this nation our children will stand for the Lord Jesus Christ. ഇവിടെ ഇരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട് സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്ന് ആശയുണ്ടോ? Children, do you want to stand for Jesus? Yes or no? Yes ആണെങ്കിൽ just lift your hand. Amen. Not everybody, not lifting. ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ അവരെ നമ്മൾ കുറ്റം പറയാൻ ഒക്കെയില്ല. The small children do not really know the gravity of the situation. We cannot find fault with them. പക്ഷെ ഇന്ന് രാത്രി യേശു തമ്പുരാൻ എനിക്ക് നൽകിയ പ്രകാശനം അനുസരിച്ച് ഞാൻ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ പോവാ. But tonight, according to the light the Lord has given me, I'm going to bless these children. ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഒറ്റ മാതാപിതാക്കളും നാളെ സങ്കടത്തിന്റെ ഒരു വാക്ക് പറയാൻ ഇടയാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Tomorrow, none of the parents sitting here should say a bad word or a negative word about their children in the future. Hallelujah. Hallelujah. ഈ മക്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. Do you desire these children to be blessed by the Lord? Yes, hallelujah. Amen. Yes. കുഞ്ഞുങ്ങൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് എനിക്ക് അത്രയും പറഞ്ഞാൽ അവരെ പിടികിട്ടുകയില്ല. എന്നാൽ കുറച്ചുകൂടെ ടീനേജ് ആയിട്ടുള്ള പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ചില മറുപടി പറയാനുണ്ടാവും. If I speak to the teenage children, they'll be able to respond much better than the small children. നമ്മൾ
പോകുന്ന വഴി നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. The way we go, we are the only one who know it. നമ്മൾ വായിക്കുന്ന പുസ്തകം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. The books that we read, only we know. നമ്മുടെ ഫോണിൽ വരുന്ന മെസ്സേജ് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. The messages that come to our phone, only we know. നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ കൂട്ടുകാരെ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. Our friends are known only by us. ഹല്ലേലൂയ. എന്നാൽ യേശുവിന് നിങ്ങളെ കൂടാതെ അറിയാവുന്ന ലോകത്തിലെ ഏക വ്യക്തിത്വം എന്റെ യേശു തമ്പുരാനാണ്. But there is one person who truly knows you, that is Jesus. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കും പ്രായമുള്ളവർക്കും എല്ലാം ഹൈഡ് ചെയ്യാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. Maybe we can hide from our parents many things. There are different circumstances for that. അപ്പനമ്മമാർക്കും ഒരുപക്ഷെ മറച്ചു വെക്കാൻ പലതുണ്ട്. Maybe the parents also have things to hide from their children. മക്കൾക്കും ചിലത് മറച്ചു വെക്കാനുണ്ട്. Maybe the children also would like to hide something. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കണം, പിള്ളേരിയ്ക്കുന്നു മിണ്ടാതിരിക്കാൻ പറയും. Sometimes when grown-ups speak, they say don't speak in front of the എന്താ children. കാര്യം, ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അത് പറഞ്ഞാൽ അവർ അത് ചിലപ്പോൾ പിടിച്ചെടുക്കുക. എന്നാൽ നമുക്ക് ഇഷ്ടം പോലെ പറയാമെന്ന് അർത്ഥം. That means our attitude is we can say whatever we want, but we are afraid that the children will catch bad things. ഹല്ലേലൂയ. എന്നാൽ അവര് ഈ കാര്യം അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? But the children also expect something like that from us. ഹല്ലേലൂയ. Hallelujah. അവര് നമ്മൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം അതുപോലെ തന്നെ അവരും മറച്ചു വെക്കാൻ ചിലപ്പോൾ താല്പര്യപ്പെടും. So just like we try to hide some things from the children, they also try to hide some things എന്നാൽ from us. യേശുവിന്റെ ഒരു സ്നേഹം ഈ മക്കളിലേക്ക് ഇറങ്ങി വന്നാൽ, അല്പം മുമ്പ് പറഞ്ഞതുപോലെ അത് ഇറങ്ങി വന്നാൽ ലോകത്തിലാരുടെ മുമ്പിൽ ഒരു മറയില്ലാതെ സന്തോഷത്തോടെ അവർ യേശുവിനെ സ്നേഹിക്കാൻ പഠിക്കും. But if the love of Jesus comes down to their hearts, they will be able to love him back without any screen in front of the people. യേശുവിനെ സ്നേഹിക്കാൻ അവർ തുടങ്ങിയാൽ ഈ തലമുറയെ പോലെ നമുക്ക് അഭിമാനം തോന്നുന്ന വേറൊരു തലമുറ ലോകത്തിൽ ഉണ്ടാകത്തില്ല. Hallelujah. If they start loving Jesus, there is no other generation like this generation. ഈ മക്കൾ യേശുവിന് വേണ്ടി പാടുകയും യേശുവിന് വേണ്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ അവരെ പോലെ കൊള്ളാവുന്ന വേറൊരു കൂട്ടത്തെ നമുക്ക് ലോകത്തിൽ കാണാൻ പോലും കിട്ടുകയില്ല. They start ministering to the Lord in love, there will not be a generation like them. ഞാൻ ഈ അമേരിക്കയിലുള്ള ഒഹായോ എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ ഒരു സ്നേഹിതൻ താമസിക്കുന്നുണ്ട്. There's a friend of mine living in Ohio. ആ സ്നേഹിതൻ എന്നെ ഒരു ദിവസം സ്കൈപ്പിലൂടെ ദേശമെല്ലാം ഇങ്ങനെ ക്യാമറ പിടിച്ചിങ്ങനെ ഒരു സ്ഥലം ഞാൻ അമേരിക്ക വരുന്നതിന് മുമ്പ് എന്നെ കാണിച്ചു. Before I came to the US, my friend in Ohio showed me most of the places through Skype. ഞാൻ അവിടെയുള്ള ഒരു പാസ്റ്ററുടെ കഥ അദ്ദേഹം എന്നോട് പറഞ്ഞു. He told me the story of a pastor. ആ പാസ്റ്റർക്ക് 4 പെൺമക്കളുണ്ട്. He has 4 children, girl children. ആ 4 പെൺമക്കൾ നമ്മുടെ ഗ്രാമീണ പെൺകുട്ടികളുടെ സ്വഭാവ രീതികളാണ് ആ കുട്ടികൾക്കെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. He said those 4 children were brought up just like we bring our girls ഞാൻ at നമ്മുടെ home. കുഞ്ഞുങ്ങൾ അങ്ങനെ ആകണമെന്നോ ഇങ്ങനെ ആകണമെന്നോ ഒന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. By the way, I'm not saying our children should be like this or like that. പക്ഷേ ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കുട്ടികൾ അവരുടെ വീടുകളിൽ ഒരു കൃത്യസമയം മാത്രമേ അവർ ടെലിവിഷൻ കാണാറുള്ളൂ. So these girls were disciplined in watching television. അത് ടെലിവിഷൻ തന്നെ വളരെ പരിമിതമായ സമയത്തേ ഉള്ളൂ. And that television also was for a particular time. പഠന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കും. They were giving a lot of importance to studies. ദൈവവചനം പഠിക്കുന്ന കാര്യത്തിൽ അവര് വളരെ ശ്രദ്ധാലുക്കളാണ്. They were very good in studying the word of God. അവരിൽ തന്നെ ശ്രദ്ധാലുക്കളായിരുന്നില്ല. പക്ഷെ അവരുടെ പേരൻസ്, മാതാപിതാക്കൾ, പാസ്റ്ററും ഭാര്യയും വളരെ ശ്രദ്ധിച്ച് അവരെ നിർബന്ധപൂർവ്വം ബാല്യത്തിലെ വചനം ബൈഹാർട്ട് ചെയ്യാൻ പഠിപ്പിച്ചു. The pastor and his wife were very zealous and faithful in teaching their children to study the word of God when the time they were young. ആ പാസ്റ്ററും വീട്ടിലിരുന്ന് നന്നായി വേദപുസ്തകം വായിക്കും. The man of God also used to read the Bible at home. ഞാൻ വേദപുസ്തകം വായിക്കാതെ എന്റെ മക്കളോട് എനിക്ക് വേദപുസ്തകം വായിക്കണമെന്ന് പറയാനൊക്കെ. If I don't study the word of God, how can I tell my children to study the word of ഞാൻ God? പ്രാർത്ഥിക്കുന്നത് കാണാതെ എന്റെ മക്കളോട് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് If my പറയാനൊക്കെ. children don't see me praying, how can I tell my children to pray? ഞാനും എന്റെ ഭാര്യയും അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ എപ്പോഴും സംസാരിക്കുമ്പോൾ തീപ്പെട്ടി ഉരയ്ക്കുന്നത് പോലെ തീപ്പൊരി പുറത്തു വരികയാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളോട് പരസ്പരം സ്നേഹിക്കണമെന്ന് എനിക്ക് പറയാനൊക്കെയില്ല. If I and my wife talk to one another and there is always fighting, how can I tell my children to love? ഇതെല്ലാം ഇവിടെ കിടക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ കുഞ്ഞുങ്ങൾ വളരെ ശക്തരായി അവർ വളരാൻ തുടങ്ങി. So in spite of all this, because of all these things, the children began to grow. അവർ ചർച്ചിൽ നല്ല ഒരു തലമുറയായിട്ട് അവർ വളരുന്നുണ്ട്. They are growing as a good generation in that church. അവരാണ് ചർച്ചിലെ ആത്മീക കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും അവരുടെ പിന്തുണ എപ്പോഴും ആ ചർച്ചിലുണ്ട്. The pastor and the church had their support in spiritual things and in this world's things. ഞാനിത് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കാര്യം എന്നോട് പറഞ്ഞു, പാസ്റ്റർ അമേരിക്കയെ കുറിച്ച് കേട്ടതെല്ലാം തെറ്റാന്ന് തോന്നും ഇവരെ കാണുമ്പോൾ. If you look at these children, Pastor, you will think everything that you heard about America is wrong. ഞാൻ ഒരുപാട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. I praise the Lord a lot for that. മണ്ണ് വളരെ മോശമാണെങ്കിലും അതിന് നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില തലമുറകളെ വളർത്തിയെടുക്കുന്നല്ലോ നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. I thank the Lord in spite of the circumstance, God was raising up some godly generation. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് സ്ഥലത്ത് പാർക്കുകയാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ മതി, അവരെ കർത്താവ് ഉയർത്തിക്കോളും. Wherever you may be in the world, stand for Jesus. God will raise them up. എന്നെ ഇവിടെ കേൾക്കുന്നവരും അതേ
പുറത്തു കേൾക്കുന്നവരുമായ യൗവനക്കാരായവരോടും കുഞ്ഞുങ്ങളോടും ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തിന് വേണ്ടിയുണ്ടെന്ന് കേട്ടാൽ അതിൽ പരം ഒരു നന്മ ലോകത്തിലൊന്നുമില്ല. Let me tell everybody who's listening to me tonight, if you're standing for God, there is nothing greater than that. യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. There is no greater joy than for me than to know that my children are walking in the truth, says John. ഞാൻ എന്റെ മകനെ കോളേജിൽ വിട്ടപ്പോൾ, എഞ്ചിനീയറിംഗ് കോളേജിൽ വിട്ടപ്പോൾ എനിക്ക് വലിയ പേടിയായിരുന്നു. When I sent my son for engineering, I was really scared. ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാ കുഞ്ഞുങ്ങളും മദ്യപാനികളായി അവരെ ഇവിടെ ചുണ്ടിനടയിൽ വെക്കുന്ന മയക്കുമരുന്ന് സാധനങ്ങളൊക്കെ വെക്കുന്ന ആളുകളെ, ഒത്തിരി കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. I have seen a lot of young people in engineering colleges with the liquor practices and dirty things like that. എന്റെ നാട്ടിൽ ജീവിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ കുഞ്ഞുങ്ങൾ ദിവസവും ആ ടൗണിൽ അടിവെക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. In my town, I have seen this engineering college students being the center of all the dirty activities in that town. ഞാൻ ആ മോനെ പറഞ്ഞു വിടുമ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ ദൈവഭയമുള്ളവനായിട്ട് ജീവിക്കണം. ഒന്ന്, നീ ദിവസവും ദൈവവചനം വായിക്കണം. ദൈവവചനം വായിക്കാത്തൊരു ദിവസം ഉണ്ടാകരുത്. പപ്പായ്ക്ക് തിരിച്ചു വരുമ്പോൾ നിന്റെ ഡയറി ഒന്ന് കാണണം. ദൈവവചനം വായിച്ചത് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. I told my son, when you go back, when you go to college, I want you to read the Bible every day, and I want to see your diary when I come back. I want to see every day what you have read. ഞാൻ അവനെ പുകഴ്ത്തി സംസാരിക്കുന്നില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ അവനെ പ്രഷർ ചെയ്യാറില്ല. ആരാധനയ്ക്ക് പോയോ എന്ന് വിളിച്ച് ചോദിക്കും. ആരാധന കഴിയുമ്പോഴേ എന്നെ ഫോൺ ചെയ്യും, പാപ്പ ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറയും. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷം ഉണ്ടായി. I'm not praising my son, but every time he goes for worship and comes back, he calls me, he says, Daddy, I've been for worship, etc. Makes me very happy. അതെ, വീട്ടിൽ വന്നതിന് ശേഷം 4.5 വർഷത്തെ പഠനം കഴിഞ്ഞ് അവന്റെ കോളേജിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ ബാഗേജ് എല്ലാം എടുത്തോണ്ട് വന്നപ്പോൾ ഞാൻ വെരി യുവർ ഡയറി. When he came back, I asked him for his diary. എവിടാണ് ഡയറി? ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ബാബ ഇതാ ഡയറി. ഞാൻ ചോദിച്ചപ്പോൾ ആ ഡയറിയുടെ ഓരോ പേജുകൾ ഞാൻ ശ്രദ്ധിച്ചു. അന്ന് വായിച്ച വാക്യം, അതിനടിയിൽ അവന് തോന്നിയ ദൈവാത്മാവ് പ്രേരിപ്പിച്ച ഒരു ആലോചന അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. I looked into his diary. Every day he had recorded what he has written and what the Holy Spirit had inspired him. He had written it ഒരു down. ഡയറി അല്ല, വേറെ പുസ്തകം പോലെ വലിയൊരു ബുക്ക്. Not just one diary, but a big book that is full of the word of God. അത് പോരാൻ തുടങ്ങിയപ്പോൾ അവസാന വർഷത്തിൽ ഒന്നിച്ചെഴുതിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ വിചാരിച്ച് എഴുതിയതല്ല, പകരം അവൻ എല്ലാ ദിവസവും എഴുതിക്കൊണ്ടേയിരുന്നു. Every day he was writing the word that God had given to him. ഞാനിത് പറയുന്നത് എന്റെ മകനെ കുറിച്ച് എനിക്ക് സങ്കടം തോന്നാത്തത്, അവൻ ലോകത്തിൽ ഏത് കോണിൽ വിട്ടാലും അവൻ ദൈവവചനം വായിക്കുന്നവനാണെങ്കിൽ, അവൻ യേശുവിന്റെ സ്നേഹം അവന്റെ അകത്ത് കയറിയാൽ അവനെ കുറിച്ച് സങ്കടപ്പെടേണ്ടി വരത്തില്ല. This is what I'm saying. Wherever my son goes in the world, because the love of God, Jesus is inside his heart, I have nothing to worry. കഴിഞ്ഞ 24 വർഷമായി ഷേർലി മക്കൾക്ക് വേണ്ടി ഒരു ദിവസം ആഴ്ചയിൽ ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണ്. The last 24 years, Sister Shirley has been, that is his wife, has been fasting for the children once a week, is it? ഇന്ന് വരെ അത് മുടക്കിയിട്ടില്ല. She has not stopped it even today. അമേരിക്ക വരുമ്പോഴും അതെ, ഇന്ന് ഞാൻ ചൊവ്വാഴ്ച ദിവസം ഞാൻ ഉപവസിക്കാം, മക്കൾക്ക് വേണ്ടിയുള്ള ദിവസമാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ച് ഉപവസിക്കാൻ അവൾ തീരുമാനിക്കുക. Even in the United States of America, she has decided to fast for her children on a Tuesday. ഞാൻ ഇതെല്ലാം പറയുമ്പോൾ പേരൻസിന്റെ ഉത്തരവാദിത്വം ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ I'm ഉള്ളൂ. telling you all to remind parents of your responsibility for എനിക്ക് your കുഞ്ഞുങ്ങളെ children. വലിയ ഇഷ്ടമാണ്. I love children a lot. എനിക്ക് തോന്നി കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങൾക്ക് ഏർപ്പെട്ടാൽ ഞാൻ അവരുടെ കൂടെ അങ്ങാവും. If I get involved with the children, I'll become like them. അറിയാതെ മുടിയൊക്കെ നരച്ചത് നേരം പിന്നെ കറുപ്പിക്കാനൊക്കെ തോന്നും. കാരണം പിള്ളേരുടെ കൂടെ അങ്ങ് തുള്ളിച്ചാടാൻ എനിക്ക് ഇഷ്ടമാണ്. In such situations, I like to become younger because I love to be with children. ഞാൻ എന്റെ ചേച്ചിയുടെ മക്കളുടെ കൂടെ ഇവിടെ വന്നപ്പോഴും ഞാൻ അവരുടെ കൂടെ എന്തെല്ലാം കളി കളിക്കാമോ അതെല്ലാം കളിച്ചു. When my sister's children came, whatever I could play with, I was playing with them. അവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട്. I love to make them happy. കാരണം ഈ സമയത്താണ് ഇവർ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത്. ആ സമയത്ത് അവരെ യേശുവിലേക്ക് കൊണ്ടുവരാൻ ഒരു അവസരം ഉണ്ടായാൽ അതൊരു മഹാഭാഗ്യപദവിയാണ്. It is at this time that they should come closer to the Lord. We should make them happy in the Lord. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച എൻ്റെ 2 ആൺമക്കളും ദൈവകൃപയിൽ ആശ്രയിച്ചവർ സുവിശേഷത്തിന് വേണ്ടി പങ്കാളികളാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. By the grace of God, both my sons are partners in the Lord's work. I thank my God for that. ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൊച്ചു സഹോദരങ്ങളോട് ഞാൻ പറയാം, Let me tell my little brethren here. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണമെന്ന് ആദ്യം പാടിയ പാട്ട് പോലെ തന്നെ കർത്താവ് യേശുവിനെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾ യേശുവിനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങണം. You said that you love to love Jesus. Now you have to do something. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സുഹൃത്തുണ്ട് അല്ലേ? കൂട്ടുകാർ, സ്കൂളിൽ ഒരു നല്ല സുഹൃത്തുണ്ട്. Let me ask you, you all have your best friend in school. ഇല്ല, എല്ലാവർക്കും ഇല്ലേ? All of you have good friends, best friends in school. സ്കൂൾ തുറക്കാൻ നോക്കിയിരിക്കുക അവളൊന്ന് കാണാൻ. You're waiting to see that friend as soon as school starts. ശരിയല്ലേ? Isn't that right, children? കൊച്ചു കുഞ്ഞുങ്ങളോട് അവർക്ക് അത്രയും വരത്തില്ല, ഇവർക്ക് എത്രയും വരത്തുള്ളൂ.
They understand. They ഇല്ലേ? understand. ഗുഡ് ഫ്രണ്ട് ഇല്ലേ? നല്ലൊരു ഫ്രണ്ട് ഇല്ലേ? ഡു യു ഹാവ് എ ഗുഡ് ഫ്രണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും friends ആ. അവരെല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ അവരെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അവരെല്ലാം ഒന്നിച്ച് ചർച്ച വരും. അതുകൊണ്ടാണ്. Hallelujah. അപ്പൊ നല്ലൊരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ കാണാൻ ഒരു മോഹമുണ്ട്. If you have a good friend in school, you have a desire to see that friend. സംസാരിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. You have a desire to talk. ഹല്ലേലൂയ. Hallelujah. എങ്ങനെ നിങ്ങൾക്ക് യേശുവിനെ സ്നേഹിതനാക്കി എടുത്താൽ എങ്ങനെ യേശുവിനോട് സംസാരിക്കാനുള്ള താല്പര്യം വർദ്ധിക്കും? How will you be able to cultivate your love for Jesus? അത് യേശുവിനെ സ്നേഹിക്കാൻ നിങ്ങൾ തുടങ്ങിയെങ്കിൽ മാത്രമേ യേശുവോട് സംസാരിക്കാനായിട്ട് താല്പര്യം വരത്തുള്ളൂ. Only if you start loving Jesus back, you will have a desire to talk to Jesus. ഇഷ്ടമില്ലാത്ത ഒരാളോട് നമ്മൾ മിണ്ടില്ല. We never talk to a person we hate. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവോട് സ്നേഹം വർദ്ധിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയോട് ശക്തി കൂടും. When you start praying, if you love Jesus, the power of your prayer increases. ഹല്ലേലൂയ. Hallelujah. ആ യേശുവിനെ എത്രമാത്രം ഇപ്പൊ നമ്മളൊരു കുറ്റം മനുഷ്യർ കാണുക. ഞാൻ സാധാരണയായിട്ട് ഈ ആളുകളോട് പറയാറുണ്ട്, ഈ സ്നേഹം വൈകല്യങ്ങളെല്ലാം മറക്കും. I tell people love covers all the drawbacks. നമുക്കിപ്പോ എന്റെ ഭാര്യയുടെ കുഴപ്പം ആരെയും എന്നോട് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. If somebody finds fault with my wife in front of me, I won't like it. എനിക്കറിയത്തില്ല, അവളും അങ്ങനെയാണെന്നാ തോന്നുന്നത്. I think she's also like that. നമ്മുടെ വീട്ടിലുള്ള ഒരാളിന്റെ കുഴപ്പം, സ്നേഹമുള്ള ഒരാളിന്റെ കുഴപ്പം വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നോ അങ്ങനെയൊന്നും അല്ലെന്ന് പറയും. If somebody in our house we love, somebody outside finds fault, we say no, that is not true. എന്റെ കൂട്ടായ്മയിലുള്ള ഒരു വിശ്വാസിയെ കുറിച്ച് ലോകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റായ ഒരു വാർത്ത എന്റെ കാതിൽ കൊണ്ടുവന്ന നോ ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെ അല്ലെന്ന് ഞാൻ പറയും. If somebody accuses somebody in my church, I don't allow it. Hallelujah. Hallelujah. അതിന്റെ കാരണം ഞാൻ അവരെ അത്ര സ്നേഹിക്കുന്നുണ്ട്. അവരിൽ നിന്നൊരു ന്യൂനത ലോകത്തിലുണ്ടാകുന്ന കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. Because I don't like somebody outside talking nonsense about the people in our church. Hallelujah. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ, നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരുപാട് സ്നേഹമുണ്ട്. ദൈവത്തോട് നിങ്ങൾക്ക് എത്ര സ്നേഹമുണ്ടെന്ന് നിങ്ങൾ വെളിപ്പെടുത്തേണ്ട സമയങ്ങളായത്. Do you know that God loves you very much, but this is a time you need to prove how much you love him. നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കും. If you love him, you will talk to him a lot. ഹല്ലേലൂയ. Hallelujah. സ്നേഹമുള്ളവരോട് സംസാരിച്ചാൽ തീരത്തില്ല. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിച്ചാലും തീരുകയില്ല. അത് വീട്ടിൽ വന്നാൽ പിന്നെയും ഫോൺ ചെയ്ത് സംസാരിക്കും. അതാ സ്നേഹമുള്ളവരോടുള്ളത്. If you love somebody, you'll never stop talking. Even after coming home, you'll take your phone and keep on speaking. ഹല്ലേലൂയ. Hallelujah. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങണം. അപ്പോൾ നിങ്ങളുടെ സ്നേഹം വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ കൂട്ടുകാരുള്ള സ്നേഹം, മറ്റു ലോകത്തിലെ കാര്യങ്ങളോടുള്ള സ്നേഹം എല്ലാം കുറഞ്ഞിട്ട് അറിയാതെ നമുക്ക് യേശുവിനെ സ്നേഹിക്കാൻ നമ്മൾ തുടങ്ങും. If that is the reason, gradually you will begin to lose your love for the people in the world, your worldly friends, and start loving Jesus a little അതാ more. അല്ലാതെ നിങ്ങളെ ലോകത്തോട് നിങ്ങൾ വിട പറയണം, ലോകത്തെ നിങ്ങൾ സ്നേഹിക്കരുത്, ലോകത്തിന്റെ വഴി പോകരുതെന്നൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പകരം യേശുവിനെ കൂടുതൽ സ്നേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ ആരും പറയണ്ട, നിങ്ങൾ യേശുവിന്റെ മക്കളായിട്ട് ലോകത്തിൽ വെളിപ്പെട്ടിരിക്കും. What a wonderful wisdom. Children, are you Hallelujah. listening? The more you fall in love with Jesus, automatically, gradually, you lose the love of the world. Hallelujah. നിങ്ങൾക്ക് അങ്ങനെ യേശുവിന്റെ മക്കളാണെന്ന് ലോകത്തിൽ അറിയപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. You should desire that you shall be known as those who love the Lord Jesus Christ in the world. 139 സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ച് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. I'm going to pray for them, but please read Psalms 139. Hallelujah. All of you children, Psalms 139. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒരാൾ വായിച്ചേട്ടെ. Want one of the children to read? Anybody who gets it Okay, first. no problem. The children, anyone of you? 139 ഏറ്റവും അവസാനത്തെ രണ്ട് വാക്യങ്ങൾ. Hallelujah. ദൈവത്തോട് മക്കൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, ദൈവമേ നീ എന്നെ ഒന്ന് ശോധന ചെയ്യണം. This is what children you should pray. Lord, search me. എന്നെ ഒന്ന് പരിശോധിച്ച് നീ അറിയണം. Oh, try me and know my thoughts. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പൈതലായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്നിൽ ഏതെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടമില്ലാത്ത, ദൈവത്തിന് താല്പര്യമില്ലാത്ത ഒരു വഴിയിലൂടെ ഞാൻ പോകുന്നുണ്ടോ എന്ന് എന്നെ ഒന്ന് പരിശോധിക്കണം. Lord, you search my heart and you tell me if I am going in any way that you don't like. പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയാം, ലോകത്തിൽ ആരും നിങ്ങളെ അറിയുന്നില്ലെന്ന് ഒരുപക്ഷെ വിചാരിച്ചാലും എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണുകൾക്ക് നിങ്ങളെ കാണാനുള്ള കഴിവുണ്ട്. Maybe you think nobody in the world is watching you or loving you, but our heavenly Father has eyes to see you and love you. ദൈവം നിങ്ങളെ കാണുകയും ദൈവം നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും. God sees you and he loves you. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ പിന്നാലെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. The love of God will keep on coming after you. ഒരുപക്ഷെ നിങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ പോലും യേശുവിന്റെ സ്നേഹം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. Even if you don't consider it, his love follows you. ഇന്ന് രാത്രി ആ യേശുവിന്റെ സ്നേഹത്തിന്റെ ആ കൈക്കകത്ത് നിങ്ങൾ ഒതുങ്ങി വരണം. Tonight, come into the love of God. Come into his hand of love.
നമുക്ക് ആ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങണമെങ്കിൽ ആദ്യം നമുക്ക് ഒരുപക്ഷെ സാധിക്കത്തില്ല. പക്ഷെ യേശുവിന്റെ സ്നേഹം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ യേശുവിനെ നമ്മൾ സ്തുതി കരയറ്റാൻ തുടങ്ങണം. When we start loving God and know His love, keep praising നമ്മുടെ Him. കർത്താവിനെ നമ്മൾ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ആ യേശുവിന്റെ സ്നേഹത്തിന്റെ നദി നമ്മുടെ തലമേൽ ഒഴുകി വരുന്നത് നമുക്ക് കാണാനാണ്. When we begin to praise Him out of love, we see more of His love upon our heads. അവന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് ഇന്ന് രാത്രി ഇറങ്ങി ഒന്ന് നീന്തി തുടിച്ച് ആരാധിക്കാൻ ഇന്ന് രാത്രി ഇടവരുത്തട്ടെ. Tonight may the Lord grant us to swim in that beautiful ocean of His love. അതെ, ദൈവസ്നേഹം ഒരു സമുദ്രം പോലെയെങ്കിൽ അതിനകത്തേക്ക് ഹല്ലേലൂയ ഇറങ്ങി ചാടി നീന്തി തുടിക്കുന്ന ഒരു ആത്മീക അനുഭവമാണ് ദൈവസ്നേഹത്തിന്റെ ആരാധന എന്ന് The പറയുന്നത്. real love and His worship is when we move into that vast ocean of His love. അതെ, എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. Children, all of you please stand. മറ്റുള്ളവരെ പ്രാർത്ഥനയിൽ പിന്തുണയ്ക്കാം. കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം മുമ്പോട്ട് I want വന്നാട്ടെ. all the other people to be പൈതങ്ങളെല്ലാം മുമ്പോട്ട് വന്നാട്ടെ. all the little ഞാൻ children. നിങ്ങൾക്ക് Please വേണ്ടി come. പ്രാർത്ഥിക്കാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. Please come നമ്മൾ forward. ഒരുമിച്ച് പ്രാർത്ഥിക്കും. All of you കൊച്ചു come കുഞ്ഞുങ്ങളെല്ലാം അടുത്തടുത്ത് നിന്നോ. മോളെ മക്കളെ Come forward, കയറി മക്കളെ. വന്നാട്ടെ. Ba mole, ba. ഇവിടെ നിന്നോ, നിങ്ങൾ അടുത്തടുത്ത് നിന്നോ. Come stand close. യേശുവിന്റെ സ്നേഹം നിങ്ങളുടെ മേൽ കർത്താവ് തൊടുന്ന പകലായി രാത്രിയായി ഇന്ന്. Tonight the love of God is going to touch Malangodu Ningina. Give space. Stand in one line. ഓക്കേ ഓക്കേ. Jubin, come. ഞാനായിട്ട് ഇന്ന് രാത്രി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. I'm not doing anything. It's okay. I'm not doing anything. Mone didn't come and stand. Push Okay. that side. Either way, push that side. ചെടി കയറി വന്നോ മോനെ, കയറി വന്നോ. ഓക്കേ. Get it. ഞാനായിട്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. I by myself am not going to do anything. ഞാൻ നിങ്ങളെ എന്തെങ്കിലും ഒരു ക്രിയ ചെയ്ത് ഹല്ലേലൂയ ഒന്നും കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. I'm not going to do anything upon you as an act. Parents, please pray. നിങ്ങളുടെ ഇന്ന് രാത്രി യേശുവിന്റെ സ്നേഹം നിങ്ങളുടെ അകത്ത് വരണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. All I'm praying is that the love of Jesus will come inside your heart. നിങ്ങളുടെ അകത്തുനിന്ന് ആരാധനയുടെ ശബ്ദം ഉയരുവാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ തൊടും. Tonight, if your worship begins to come, the Holy Spirit will begin to touch you. അതിനു മുൻപ് എല്ലാവരും ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. Before that, all of you start praying, please. യേശുവേ ഇന്ന് രാത്രി എന്നെ അനുഗ്രഹിക്കണം. Lord, bless me tonight. എന്റെ വഴികൾ മുഴുവൻ നിനക്കറിയാം. You know all my ways. എന്റെ ചിന്തകളെല്ലാം നിനക്കറിയാം. You know all my thoughts. എനിക്ക് ഈ കാലഘട്ടത്തിൽ Lord, at this time, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാകണമെന്ന് ആഗ്രഹമുണ്ട്. I want to be a man who stands for my God. എനിക്ക് യേശുവിനെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. I want to love Jesus. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ജീവിതം യേശുവിന് തരികയാണെന്ന് കുഞ്ഞുങ്ങളൊന്ന് പറയാമോ? Children, I want all of you to say, even if you have said it one time, please make a commitment to the Lord again in a very special way tonight. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു നിങ്ങളെ തൊടുന്ന രാത്രിയാ. Tonight, God is going to touch you. അത് വിശ്വാസത്തോടെ ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Today, എല്ലാ യവനക്കാരും ഒരുപോലെ. all of you pray in faith. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നമ്മൾ ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്. Tonight we are asking the Lord for an anointing for you. ഇതിവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും എൻ്റെ യേശു തൊട്ടാൽ, If Jesus touches each one of you tonight, അതെല്ലാം ഒരു അത്ഭുതങ്ങളായിട്ട് then മാറും. every one of you will be an amazing wonder. നിങ്ങൾ ദൈവത്തിന്റെ സഭയിൽ ശക്തരായി വന്നാൽ, If you become strong in the church of the Lord, വേറെ ആരെക്കാൾ ഉപരി നിങ്ങളായിരിക്കും ദൈവസഭയുടെ നട്ടെല്ലായി മാറാൻ. more than anyone else, you will be the pillars of the church. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. നിങ്ങളെ അനേകരെ യേശുവിലേക്ക് നയിക്കുന്ന ശക്തന്മാരായിട്ട് മാറാൻ പോകുകയാണ്. Hallelujah. You will Glory. all be people who are strongly stand for the Lord. ദൈവാത്മാവ് ഇന്ന് ചില വ്യക്തികളെ തൊട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. The Lord is willing to touch some of you and speak അത് to them. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രാരംഭത്തിലെ. Yes, we are going to pray for each one of ദൈവമേ, you. ഇന്ന് രാത്രി ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. Hallelujah. Lord, touch each one of them tonight. അവരുടെ മേൽ ഇന്ന് രാത്രി ഒരു ആത്മ പകർച്ച വെളിപ്പെടണമേ. Lord, let your power be glorified in them, manifested in ഈ them. യൗവനക്കാരെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കണമേ. Lord, use them for your kingdom, Lord. സുവിശേഷത്തിന് നെഞ്ചും നെറ്റിയും കാണിക്കുന്ന ശക്തരാക്കി ഇവരെ മാറ്റണമേ. Lord, make them bold warriors for you, Lord. യേശുവിൻ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. Lord, we bless them in your name. ഇന്ന് രാത്രി അവരെ തൊടണമേ. Lord, touch them അവരെ tonight. ഉള്ളം ഇന്ന് രാത്രി ഇളക്കി വരയ്ക്കുന്ന ആരാധനയിലേക്ക് ഇറക്കി വിടുവാൻ പ്രാർത്ഥിക്കുന്നു. Lord, please release them into a mighty worship to you, യേശു Lord. ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുന്നതിനായിട്ട് നന്ദി Thank പറയുന്നു. you, Lord, for the work. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കിട്ട് അവർ സ്തോത്രം ചെയ്യാൻ തുടങ്ങി. Children, lift your hands and praise the ആരും Lord. മൗനമായിട്ടിരിക്കരുത്. I want everybody to open your mouth and praise God. Parents, please pray. അടുത്ത് നിൽക്കുന്നവരെ നോക്കണ്ട. Don't look at the person next to you. ഇന്ന് രാത്രി യേശുവിനെ സ്നേഹിച്ച് യേശുവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ തുടങ്ങി. Tell the Lord, Lord, I love you tonight. Tell him that tonight. യേശുവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Lord Jesus, I love you. Tell him that. ആവർത്തിച്ച് പറയാൻ തുടങ്ങി. Keep on saying that with your mouth. ഒന്നുകിടെ കരങ്ങൾ മലർത്തി പിടിച്ചുകൊണ്ട് യേശുവെ ഞാൻ സ്നേഹിക്കുന്നു പറയാൻ തുടങ്ങിയാട്ടെ. Just turn your hand like this and tell him, Lord Jesus, I love യേശുവെ you. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Tell him,
You love him. അല്പം കൂടെ ശബ്ദം ഉയർത്തി. Lift your voices, children, and അല്പം say. കൂടെ ശബ്ദം ഉയർത്തി. Lift your voices and say. മൗനമായിരിക്കാൻ അല്പം കൂടെ ശബ്ദം ഉയർത്തി മക്കളെ വാ തുറന്ന് സംസാരിക്കുക. Open your mouth. അതെ, രാത്രി യേശുവിനോട് നിങ്ങൾ പറ, യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Tell him, Jesus, I love you. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞാട്ടെ. Open your mouth and say. ഓ ശരമനദർ. എല്ലാവരും പറഞ്ഞാട്ടെ. എല്ലാവരും പറഞ്ഞാട്ടെ. Jesus, I love you. അതെ, യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Jesus, I love you. യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Jesus, I love യേശുവേ you. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Jesus, I love you. ഹല്ലേലൂയ. നിങ്ങളുടെ ശബ്ദം പുറത്തു വരുന്നില്ലല്ലോ കുഞ്ഞുങ്ങളെ. അല്പം കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. Open your mouth. ലോകത്തിൽ Open ആരും your നിങ്ങളെ mouth. നോക്കുന്നില്ല, Open your നിങ്ങൾ mouth and മാത്രമേ speak ഉള്ളൂ. out loudly. ഇന്ന് രാത്രി വായി തുറക്ക്. Open your വായി mouth തുറന്ന് and speak യേശുവിനോട് പറ. out. Open your mouth. ഓ ശരമനരഗതല ജാലക ശബ്ദൽ Open your കവിതമ. mouth. Open ഇന്ന് your രാത്രി mouth and വലിയ speak വിടുതലിന്റെ out. രാത്രിയാ. Hallelujah. യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി Urabakara ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ santara വ്യാപരിക്കുന്ന lirabara പകലാ. santare. യേശുവിന്റെ നാമം ജയം. Oh, ഹല്ലേലൂയ. Jesus, ശക്തിയോടെ Jesus. അല്പം കൂടെ ശബ്ദം ഉയർത്തി ലൗഡ്. ഹല്ലേലൂയ. ഓപ്പൺ യുവർ മൗത്ത്. യേശുവിൻ നാമത്തിൽ. The name of Jesus. ശരമനദലര ശാന്തൽ കവിടമന. മോനെ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ട്. Open your mouth and ഹല്ലേലൂയ, speak. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യേശുവേ ഞാൻ Jesus, I അങ്ങയെ love you. സ്നേഹിക്കുന്നു. Jesus, I ഹല്ലേലൂയ. love you. ഹല്ലേലൂയ. യേശുവിന്റെ Jesus, I സ്നേഹം love you. നിങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ Jesus, I ഇന്ന് love you. രാത്രി ഞാൻ പ്രാർത്ഥിക്കുക. Jesus, I love you. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശബ്ദമുയർത്തി യേശുവിനെ സ്തോത്രം കരയറ്റിയാട്ടെ. Keep thanking the Lord tonight. നിങ്ങൾ പാടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശബ്ദമുള്ളതുപോലെ തന്നെ അല്പം ശബ്ദമുയർത്തി യേശുവിനെ സ്തുതി എന്ന് പറഞ്ഞേ. Children, open your mouth as though you are singing, as though you are praising. Yes, yes, yes. Lift your voice. ശബ്ദത്തോടെ കർത്താവിനെ ഉറക്കെ ഹല്ലേലൂയ പറയാം. Can you say hallelujah to the Lord with lifted up voices? നിങ്ങൾ ഇത്രയും നിർബന്ധിക്കുന്നതിന്റെ പിന്നിലെ കാര്യം എന്തെന്നറിയാമോ? നിങ്ങളുടെ ആധരം തുറന്നാൽ യേശുവിന്റെ കൃപ കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. You know why we ask you to lift your voice? When you open your mouth, the Lord will fill you with His grace. ഈ സ്ഥലത്തെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. Don't worry about this place. ഇവിടെ നിങ്ങളുടെ പേരൻസ് ആണ് ഇരിക്കുന്നത്. It's your parents and well-wishers who are sitting here. നിങ്ങളെ സ്നേഹിക്കുന്നവർ അവിടെ ഇരിക്കുന്നത്. Those who love you are here. നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. They are praying for you. അതെ, ഇന്ന് രാത്രി യേശുവിന്റെ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകി വരുന്ന രാത്രിയാണ്. Tonight, the love of the Lord is coming to you. ശബ്ദമുയർത്തി എല്ലാ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും ഒരുപോലെ പറയാൻ തുടങ്ങി. യേശുവേ സ്തോത്രം. Let everybody lift your voice and praise the Lord. Hallelujah. Hallelujah. ശബ്ദത്തോടെ ദൈവമേ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവശക്തിയുടെ വ്യാപാര വരവിൽ ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ വചനം അയച്ച് വിടുവിക്കുന്ന ദൈവശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. Want to lift your voice and thank the Lord. Open your mouth wide. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിവില്ല. ഞങ്ങളുടെ കഴിവില്ല. ഇന്ന് രാത്രി മകനെ മേൽ അവിടുത്തെ ശക്തി Yes. കോട്ടകളെ ഇടിക്കുന്ന ഒരു ദൈവശക്തിയായിട്ട് ഇവനെ ഉപയോഗിക്കണം. യേശുവിന്റെ നാമത്തിൽ Yes. ഒരു മാതൃകയുള്ളവനായി, ഒരു അഭിഷിക്തനായി, ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനാക്കി ഇവനെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ട് അങ്ങയെ സ്തുതിക്കുക. യേശുവിന്റെ നാമത്തിൽ. Hallelujah. ഓ റീദാമന ശംദൽ കവിടമാ രഗനജാല ഗശര രഗനജാല. യേശുവിന്റെ നാമത്തിൽ കർത്താവേ പ്രിയപ്പെട്ടവനെ മേൽ ശക്തി വ്യാപരിക്കണം. Yes. കോട്ടകൾ ഇന്ന് രാത്രി ഇടിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. Yes. ഇന്ന് രാത്രി ഈ കുഞ്ഞുങ്ങൾ ദൈവസ്ഥന്റെ സ്തോത്രം പറയാൻ അവർ സമയം എടുക്കുന്നില്ല അധികം. എങ്കിലും ഞാൻ അവരോട് ഒന്നുകൂടെ പ്രഷർ ചെയ്ത് പറയുക, നിങ്ങൾ മറ്റൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ അധരം തുറന്ന് യേശുവിനെ സ്തുതി കരയറ്റണം. Children, it's very important for you tonight. It is vital that you really open your mouth and start praising the Lord. Don't worry about it. We all love you and we want to see you being on fire for the Lord. That is why we are taking so much of pain. Don't be scared of anybody. Nobody will ridicule you. But open your mouth wide and He will fill it. Just thank the Lord. Parents, pray. Pray that the children will be released tonight. We want our children to be filled with the Holy Spirit tonight. Hallelujah. Thank you, Jesus. എപ്പോ നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ വാ തുറന്ന് ദൈവത്തിന് സ്തുതി കരയറ്റാൻ തുടങ്ങി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലിറങ്ങി വരുന്ന രാത്രി അനുഭവിക്കും. I'm not going to tell you when to stop, but you keep on praising. The Holy Spirit will come upon you. Keep on. Nobody is stopping you. ഉള്ളൊരുകട്ടെ. എന്റെ യേശുവേ, എന്റെ യേശുവേ, ഇന്ന് രാത്രി മകനെ മേൽ ദൈവശക്തി വ്യാപരിച്ചിറങ്ങേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരഭിഷേകം. Yes, Lord. Yes, yes, yes. അഭിഷേകത്തിന്റെ ശുദ്ധിയാണ്. Thank you, Lord. 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 Thank you, Lord.
യേശുവേ കുഞ്ഞുങ്ങളെ തൊടണേ. നാമത്തിൽ ജുമനഘടക ശന്തൽ കവിടം അഭിഷേകത്തിന്റെ നിറവിനുവേൽ വെളിപ്പെടുകയാ. യേശുവേ. ദുഷ്ട വ്യാപാരങ്ങൾ ഇവനെ വിട്ട് മാറുകയാ. Yes. ഇന്ന് രാത്രി ഒരു വിജയത്തിന്റെ രാത്രിയാണ്. യേശുവേ. ശന്തൽ കവിടം യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലായിട്ട് ഇവൻ അറിയപ്പെടട്ടെ. ഒരു കൃപയുടെ വ്യാപാരം ഇവന്റെ മേൽ വെളിപ്പെട്ട് Hallelujah. വരട്ടെ. ഓ ശര മാമ ശന്തൽ കവിടമൻ യേശുവിൻ നാമത്തിൽ. ദോഹൃദാ. Yes, Lord, we praise you, we praise you, we praise you. Hallelujah, 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 Lord Jesus. Hallelujah, we worship you, Lord, we praise you, 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 Lord. രാത്രിയാ. യെസ്. Yes. Oh, Sharaba Shandal Kavadamanaraga, Najalaga Shandal Kavadamaraga. Oh, in the name of Jesus, hallelujah, hallelujah, hallelujah. Name of Jesus, യേശുവിന്റെ നാമത്തിൽ ജുമനഘടക ശന്തൽ കവിടമാലകന താവേ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയുടെ വ്യാപാരി പൈതലിനെ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വിടുതൽ രാത്രിയാകട്ടെ. In the name of Jesus. In the name of Jesus, ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. കൃപയുടെ വ്യാപാരം ഇവിടെ മേൽ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ശക്തി ഇന്ന് രാത്രി വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾ നിർത്തരുത്. ശക്തിയോടെ ശക്തിയോടെ അധരം തുറക്കട്ടെ. രാത്രി ഒരു വിജയത്തിന്റെ രാത്രിയാ. ദൈവത്തിന്റെ മേഘം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നത് നിങ്ങൾ അറിയും. Hallelujah, you will know the power of God coming on you. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ഇറങ്ങും നിങ്ങൾ അറിയാൻ പോകുന്ന രാത്രിയാ. You're going to know the love of God coming upon you tonight. ഞങ്ങൾക്കൊന്നും ഇന്ന് രാത്രി ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. There's nothing we can do tonight. പക്ഷേ യേശുവിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിങ്ങൾ തൊടുന്നുണ്ട്. Tonight the spirit of Jesus is touching you. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളത്തെ തൊടുന്നത് എനിക്കറിയാം. I know the Lord is touching you. അത് ദൈവസഭയിൽ ശക്തരായ ചില കുഞ്ഞുങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. The Lord is raising up some powerful people in the church of God through the children. ഇതിനകത്ത് വചനം പ്രസംഗിക്കുന്നവരെ എഴുന്നേൽപ്പിക്കുക. God is raising up people in the midst of this who will preach the word of God. ലജ്ജ കൂടാതെ ശക്തിയോടെ ആരാധിക്കുന്നവരെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുക. There are people in this group who are going to worship the Lord. ഇന്ന് രാത്രി ആരാധനയ്ക്ക് വേണ്ടി ചില കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ദിവസമാണ്. Tonight the Lord is raising up some people for worship. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൊടുന്ന പ്രിയപ്പെട്ടവർ അവർ ശരീരത്തിൽ അനുഭവിച്ചറിയട്ടെ. Oh children, you will know it in your body when the Lord touches you. Hallelujah. Hallelujah. യേശു നിങ്ങളെ തൊടുന്നത് അറിയട്ടെ. Know the Lord touching you. ഓ യേശു നിങ്ങളുടെ ശരീരത്തെ തൊടുകയാ. The Lord is touching your body. Jesus. Hallelujah. യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ കരമടിച്ച് കർത്താവിനെ ആരാധിക്കാൻ Clap your hands and praise the Lord. ശക്തിയോടെ നിങ്ങളുടെ കരങ്ങൾ അടിച്ച് Put your hands together and praise the Lord. ശക്തിയോടെ കരങ്ങൾ അടിച്ച് സ്തോത്രം ചെയ്താട്ടെ. Put your hands and praise the Lord. Command every resistance to go. Command every disunity to go. Declare unity in this place. Lord, we worship you. യേശുവിന്റെ നാമത്തിൽ. Yes. Rabara Santara. Alabara Dura Shantara Liraba. Thank you, Lord. 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 Isharaba Thandara Sik. ദൈവം ഇന്ന് രാത്രി ഈ കുഞ്ഞുങ്ങളുടെ മേൽ മുഴുവനെന്ന് ഞാൻ പറയുന്നില്ല, ചിലരുടെ മേൽ ദൈവശക്തിയുടെ വ്യാപാരം അയച്ചിട്ടുണ്ട്. The Lord has already sent on some of these children the power of His Holy Spirit. നിങ്ങൾ ഈ ആരാധനയുടെ ശക്തരായ പങ്കാളികളാകണം. You must become strong participants and partners of the worship. ഈ കൂട്ടായ്മയിൽ വരുന്നവരല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂട്ടായ്മയിൽ ഉള്ളവരാണെങ്കിൽ അവിടെയും നിങ്ങൾ ശക്തരായിട്ട് മാറണം. May you be in any church of the living God. Be part of the worship there in strength. നിങ്ങൾ ആരാധിക്കാൻ ഒരുപാട് സമയം എടുക്കണം. Take a lot of time in your own personal life to worship. നിങ്ങൾക്ക് ഒരുപാട് സമയങ്ങൾ ഒന്നിനും സമയം കിട്ടിയില്ലെങ്കിലും വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒരുപാട് സമയം കിട്ടിയില്ലെങ്കിലും ഒരു കാര്യം ചെയ്യുക, വചനത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ച് നിങ്ങൾ ആരാധിക്കാൻ സമയമെടുക്കണം. You must, even if you don't get time for anything, take one part of the scripture, read it and worship the Lord. ഒരു പന്തെടുത്തെറിയുന്നത് പോലെ നിങ്ങളെ കർത്താവ് വലിച്ചെറിയുന്നത് പോലെ അനുഭവങ്ങൾ ഉണ്ടാകും. You will have, many of you will have experiences as though you are being thrown around by the Hallelujah. Lord like a ball. മോനിങ്ങോട്ട് വന്നേ, കം ഹിയർ. സ്തോത്രം.
ഇവന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യേക ഒരു അനോയിന്റ്മെന്റ് ദൈവം കൊടുത്തിട്ടുണ്ട്. There's a special anointing on this young fellow. കർത്താവ് വെറുതെയല്ല ഒരാളെ അഭിഷേകം The ചെയ്യുന്നത്. Lord does not anoint a person simply. ദൈവം ഒരാളെ അഭിഷേകം ചെയ്താൽ അദ്ദേഹം ദൈവത്തിന്റെ ആയുധമായിരിക്കും. If the Lord anoints a person, he'll be a special weapon of the Lord. ഈ പൈതലിന്റെ വിദ്യാഭ്യാസവും ജീവിത വഴികളൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. I don't need to know his educational level or anything about his family. പക്ഷേ യേശു ഇവനെ കുറിച്ച് സംസാരിക്കുന്ന ഇന്ന് രാത്രി ഞാൻ പറയാം. Tonight I'm going to tell you what the Lord is speaking about him. ഈ പൈതൽ ദൈവത്തിന്റെ ശക്തമായ ഒരു ആയുധമായിട്ട് മാറാൻ പോവുക. He is going to become a powerful weapon of the Lord. ഇവൻ വേദികളിൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നവനായി മാറുകയാണ്. He is going to go to different stages and manifest the glory of the anointing. ദൈവത്തിന്റെ ആത്മാവ് ചില ദർശനങ്ങൾ ഇവന് കൊടുക്കുന്ന ദിവസങ്ങൾ അതിവിദൂരങ്ങളല്ല. In the days to come, the Lord will impart upon him visions up from the heavens. ഒരുപക്ഷേ ഇവന് അധോമുഖനെ പോലെ ഒതുങ്ങിയിരിക്കാൻ ഇഷ്ടപ്പെടുന്നവനായിട്ട് തോന്നിയേക്കാം. Maybe he looks like a guy who likes to be quiet. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനെ എടുത്തെറിയുവാൻ ഉദ്ദേശിക്കുകയാണ്. But the Holy Spirit will lift him up, അത് എത്ര throw പേർ him വിശ്വസിക്കുന്നുണ്ട്? around. ആത്മാവിൽ ഇവന് വേണ്ടി Those who പ്രാർത്ഥിച്ചാട്ടെ. believe, just pray in the ഓ Spirit. ശര മന രഹന ഓ റിബല ഗഡഗ ശബ്ദ ശ്രീ ഒരുക്കി വെക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി ഈ പൈതലിനെ ഒരു ആയുധമാകട്ടെ. Let it happen, Lord. Hallelujah. In Jesus' name. Yes. ഹല്ലേലൂയ. പൈതലിനെ അനുഗ്രഹിക്കുക. ഇവന്റെ മേൽ കൃപ വ്യാപരിക്കണമേ, അഭിഷിക്തനാക്കണമേ. ദൈവ കൃപയുടെ വ്യാപാരത്താൽ ഈ പൈതലിൽ നിറച്ച് ഇവൻ വേരുകളിൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന ഓ റിദാനാകശര. Thank you, Lord. ഒരു വ്യക്തിയാക്കി മാറ്റണം. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. In Jesus' name it will happen. Hallelujah. Hallelujah. ദൈവം അത് ചെയ്യും. മോനെ വിശ്വസിക്കുന്നു? Do you believe that? Hallelujah. Hallelujah. Say praise the Lord. Say praise the Lord loudly. Hallelujah. എന്റെ ദൈവം വിശ്വസ്തനാ. Hallelujah. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ മോളെ. Hallelujah. 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 ഈ പൈതലിനെ കുറിച്ച് ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ ആത്മാവിനുണ്ട്. നിങ്ങൾക്ക് ഈ സഭയിലുള്ളതാണ്. ഈ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്. The Lord has a plan for this child. അതെ, അവളെ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവളായി വളരുവാൻ അവരുടെ മാതാപിതാക്കളെ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. More than her parents, God desires her to be a vessel of honor in the kingdom of God. ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. Every child here, God has a plan. ആരും ദൈവം വെറുതെ അയച്ചിട്ടില്ല. God has not sent anybody just like that. എന്നാൽ ഈ പൈതലെ ഇന്ന് രാത്രി ദൈവം ഒരു പ്രത്യേക അഭിഷേകത്തിലേക്ക് നയിക്കുകയാണ്. Tonight this girl is being led to a special anointing. അവരുടെ ഉള്ളിലേക്ക് ദൈവസ്നേഹം ആഴമായി ഇറങ്ങുന്ന ഒരു രാത്രിയായി ഇന്ന്. Tonight the love of God is going to her in a deeper level. ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ അടുത്ത ദിവസം മുതൽ അത് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. From the next day it is going to be manifested in her life. ഹല്ലേലൂയ. ദൈവസഭയുടെ ആരാധനയിൽ ഇവൾ ശക്തയായി വളരാൻ പോകുകയാണ്. In the worship of the church of God she is going to become powerful. അതെ, സുവിശേഷത്തിന് വേണ്ടി ഇവൾ നാവ് തുറക്കുന്ന ദിവസങ്ങൾ അനധിവിദൂരങ്ങളല്ല. In the days to come the Lord will open her mouth for the gospel. യേശുവിനെ കുറിച്ച് പറയാൻ ഇവിടെ അധരം തുറക്കുന്ന ദിവസങ്ങളായി The days to come she will open her mouth for Jesus. ഇന്ന് പകൽക്കാലം ശക്തിയോടെ പറയുന്നു. The Holy Spirit says today, ഇവൾ ചില രോഗികളുടെ മേൽ കൈവച്ചാൽ when she puts her hand on some people, they will be healed. വിശ്വാസത്തോടെ By faith. ഇന്ന് രാത്രി Tonight അഭിഷേകയുടെ മേൽ വരികയാണ്. the anointing is coming on her. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. അനുഗ്രഹിക്കുന്നു. We bless her. കൃപയുടെ മേൽ വ്യാപരിക്കട്ടെ. Let grace come on her. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. ഹല്ലേലൂയ. Hallelujah. വളരെ വിശ്വസിക്കുന്നു. Do you believe that? Hallelujah. സ്നേഹം അവിടെ മേൽ ഒഴുകി വരുന്നുണ്ട്. The love of God is coming upon her. കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദം കൊണ്ട് അഭിഷേകം ചെയ്യും ദൈവം ഇവളെ ഇന്ന് രാത്രി ഒരു വിശേഷ അഭിഷേകം കൊണ്ട് നിറയ്ക്കുകയാണ്. Tonight she is being anointed with a special anointing above her fellows in Jesus' name. Yes, Lord. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Can we all pray? ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ശക്തിയാൽ നിറയ്ക്കപ്പെടുക. Let the children be filled with the glory of God. Hallelujah. Hallelujah. അതെ, പൈതങ്ങളെ അടുക്കൽ കൊണ്ടുവന്ന് അനുഗ്രഹിച്ച യേശുവിന്റെ അടുക്കല ഇന്ന് രാത്രി നമ്മൾ വന്നത്. Tonight we have come to Lord Jesus Christ who is interested in blessing children. ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്ന രാത്രിയാ. ഈ പൈതൽ ഇന്ന് രാത്രി യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവൾ സ്തോത്രം ചെയ്യാൻ തുടങ്ങിയാട്ടെ. Tonight child, give yourself to the Lord and start മോളെ praising the Lord. ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തോ. ഉറക്കെ ശബ്ദമുയർത്തി കർത്താവിന് പറഞ്ഞോ. യേശുവിനെ സ്തോത്രം കേട്ടിരിക്കോ. അത് ഇന്ന് രാത്രി യേശു നിന്നെ തൊടുകയാ. യേശു നിന്നെ സ്പർശിക്കുകയാ. ഉയരത്തിൽ നിന്ന് അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിന് മേൽ
Yes, Lord. We love you, Lord. ഇപ്പോൾ ആ ശക്തിയുടെ വ്യാപാരം അവിടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. In the name of Jesus, let the power be manifest now. ഓ ശരമനഗതിര. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. May the Lord bless you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. പോയി നിന്നാട്ടെ. Hallelujah. ഓ ശരബ ശംദൽ കവിടമാരക. ഓ ശദമനരക സന്ദൽ കവിടമാരക. യേശുവിന്റെ നാമത്തിൽ ചൂടാ ശദമനദി ശര ഇവിടെ. ഓ ശമമ. മോടെ പേര്? ഓക്കേ, നന്നായിട്ട് പ്രാർത്ഥിക്കണം. നന്നായി പ്രാർത്ഥിക്കണം. ദൈവം നിന്റെ വഴികളെ നന്നായിട്ട് അറിയുന്നുണ്ട്. ഒരു ഡീവിയേഷനും വരാതെ ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് രാത്രി കൊടുക്കണം. എന്റെ കർത്താവ് ശക്തനായി നിന്നെ അടുക്കലുണ്ട്. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നത് മനസ്സിലായോ? യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവോ? യേശു സ്നേഹിക്കുന്നതുകൊണ്ട് ഇന്ന് രാത്രി കൂട്ടായ്മയോട് വന്നത്. ഇന്ന് രാത്രി മോൾ ഈ യോഗത്തിനകത്ത് ഇരിക്കുന്നത് യേശുവിന്റെ സ്നേഹം നന്നായിട്ട് അറിയാൻ പോവാ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ വഴിത്താരകളിൽ പിശാചായവൻ വെല്ലുവിളിച്ച ചില സന്ദർഭങ്ങളുണ്ട്. ഇനി മുൻപോട്ടുള്ള യാത്രയിൽ പിശാചായവൻ പല സന്ദർഭങ്ങളിലും വഴികളെ അടയ്ക്കുന്ന പോലെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇന്ന് രാത്രി യേശുവെ നീ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് മനസ്സിലാക്കി തരുന്നതിനായിട്ട് നന്ദി പറയണം. വഴിമുടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിന് നേരെ വരുമ്പോൾ ഇന്ന് രാത്രി പറയണം, എന്റെ യേശുവേ നീ എന്നെ സ്നേഹിക്കുന്നല്ലോ. വഴിയെ മുടക്കാൻ ഒരുപാട് ശ്രമങ്ങളുണ്ട്. ഭാവി വഴികളെ അടച്ചു കളയാൻ പിശാചാവൻ ശ്രമിക്കുന്ന മണ്ഡലങ്ങൾ കണ്ടിട്ട് ധൈര്യത്തോടെ യേശുവിനെ മുറുകെ പിടിച്ചോണം. യേശുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ച യേശു നിന്നെ കൈവിടത്തില്ല. ഇന്ന് രാത്രി യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങിയാട്ടെ. ശക്തിയുള്ള ആയുധമായിട്ട് മാറും കേട്ടോ. ഹല്ലേലൂയ. ഇവരുടെ നാവിന്മേൽ ദൈവം ഒരു പ്രത്യേക അഭിഷേകം പകർന്നാൽ സ്തോത്രം, ശക്തമായി നാവെടുത്ത് അതെ സംസാരിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇവൾ. ഇവിടെ നാവിന്മേൽ ഒരു അഭിഷേകം ദൈവം പകർന്നാൽ ഇവളെ പോലെ മറ്റൊരാൾക്ക് പറയാൻ കഴിയില്ലെന്ന് പറയുന്ന പോലെ തന്നെ അത്ര ശക്തയായിട്ട് ഇവൾ മാറും. The people will say nobody else can talk like her. ദൈവത്തിന് വേണമെന്ന് ദൈവം പറയുന്നു. The Lord says I need you. ഹല്ലേലൂയ. ദൈവം പറയുന്നു ദൈവത്തിന് നിന്നെ വേണമെന്ന്. The Lord says the Lord wants you. ദൈവത്തിനല്ലാതെ വേറൊരിടത്ത് നീ പോകരുത്. Don't go anywhere else but God. യേശുവിനെ നിന്നെ വേണം. Jesus wants you. യേശു പ്രത്യേകിച്ച് ഇന്ന് രാത്രി ആവശ്യപ്പെടുകയാണ്. Tonight the Lord is asking you. നിന്റെ ജീവിതത്തെ യേശുവിന് വേണം. In your life God wants you. യേശുവിന് വേണം. Your tongue the Lord wants. ഓ ഇന്ന് രാത്രി അതിനുള്ള സമയമായിട്ടൊന്ന് വിട്ടുകൊടുത്താട്ടെ. Tonight release yourself to the Lord. ഓ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്നായിട്ട് യേശുവിനെ സ്തോത്രം പറഞ്ഞേ. ശക്തിയോടെ യേശുവിനോട് പറ, യേശുവേ എനിക്ക് ഹല്ലേലൂയ എനിക്ക് നിന്നെയും വേണം. യേശുവേ എനിക്ക് നിന്നെ വേണം. പറയാമോ? വായി തുറന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ബാക്കിയുള്ളവരെല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ മേൽ ദൈവശക്തി ഒന്ന് വ്യാപരിക്കണം. ദൈവത്തിന്റെ മേഘം ഇവിടെ മേൽ ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പൈതല യേശുവിന് ഇവളെ വേണം. യേശുവിന് ഇവളെ വേണം. കർത്താവേ അറിയുന്നല്ലോ ഇന്ന് രാത്രി അവൾക്ക് യേശുവിന്റെ അടുക്കൽ വരുവാൻ ശക്തിയുള്ള ആയുധമായിട്ട് ഇവളെ മാറ്റേണ്ടതിന് ഇന്ന് രാത്രി ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ ഇവളെ മേൽ ഇറങ്ങി വരുവാൻ അവിടെ കെട്ടുകളെ ഇന്ന് രാത്രി അഴിക്കണം. രാത്രി എന്റെ യേശു ഇവിടെ കെട്ടുകളെ അഴിച്ചു മാറ്റി സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാത്രി ആയതുകൊണ്ട് ഇന്ന് രാത്രി പൈതലെ ഞങ്ങൾ അനുഗ്രഹിക്കുക. യേശുവിനെ ഇവിടെ വേണം. അപ്പച്ചന് ഇവിടെ വേണമല്ലോ. ഇവിടെ നാവ്, ഇവിടെ ജീവിതം ഒരിക്കലും ദുഷ്ടന് അവകാശം പറയരുത്. തിരു രക്തത്തിന്റെ മുദ്ര ഇവിടെ മേൽ പുരട്ടുകയാണ്. ഇന്ന് രാത്രി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. ഇവൾ ദൈവത്തിന്റെ പൈതലായി ശക്തിയുള്ള ആയുധമായി ഇവൾ മാറട്ടെ. അതിനായിട്ട് ഏൽപ്പിക്കുന്നു. യേശു എങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ഒരു സ്പർശനം നിനക്കുണ്ടായെന്ന് അകത്ത് ബോധ്യം വരണം. ഇന്ന് മുതൽ പ്രാർത്ഥന ശക്തമാക്കണം. Could you understand what I said? Okay? I know. God bless you. എനിക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി കുറെ സമയം എടുത്ത് പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്ന്. ഉപവാസമാണല്ലോ. ഉപവാസത്തിന്റെ സമയത്ത് നമ്മളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ പോലും ദൈവം തടഞ്ഞില്ല കേട്ടോ. ദൈവം ആരെയും തടഞ്ഞു വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവം ആരെയും തടഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ദൈവം ആരെയും തള്ളിക്കളഞ്ഞില്ല. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഒന്നും ദൈവം കളഞ്ഞിട്ടില്ല. ഇന്നലെ ഞാൻ ഈ മോനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഡ്രം അടിച്ച കുഞ്ഞ് അവനെ കർത്താവിന്റെ ഇവനെ വേടി പ്രസംഗിക്കുന്നത് കാണുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഈ മോന് അതൊരു വേദി എന്നൊരു പ്രസംഗകനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നവരാരുണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് അത് തോന്നുന്നില്ല, പക്ഷെ ദൈവാത്മാവ് പറയുന്നു ഇവനൊരു പ്രസംഗകനായിട്ട് മാറും. നമുക്ക് ആർക്കും ചിരി വരും, പക്ഷെ ഇവനെ അങ്ങനല്ല. ഇവനെ കർത്താവ് ഉപയോഗിക്കാൻ പോവാ.
ഹല്ലേലൂയ. ഭാവനെ കാണുന്ന സ്തോത്രം പറഞ്ഞ് എന്റെ കർത്താവേ, ഈ പൈതലെ ഇന്ന് രാത്രി അനുഗ്രഹിക്കുക. ഇവൻ ദൈവപൈതലായി ശക്തിയുള്ളവനായി ഒരു അഭിഷിക്തനായിട്ട് ഇവൻ മാറട്ടെ. Hallelujah. ബാല്യത്തിലെ ചാബല്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കാണും. Children can be naughty when they're young. അവിടെ കുഞ്ഞുങ്ങളിലെ എല്ലാ കുസൃതികളും ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ തന്നെ ഉണ്ടാകും. All our children may be naughty and mischievous, പക്ഷെ അവരാരും നഷ്ടപ്പെട്ടു പോകുകയില്ല. but none of them will be lost. അവരെല്ലാം യേശുവിന് സ്നേഹമുണ്ട്. Because Jesus loves them all. നമ്മുടെ ഒത്തിരി കുസൃതികളൊക്കെ യേശു കണ്ടുകൊണ്ടിരിക്കുക. Jesus is looking at our naughtiness. അതൊന്നും കണ്ട് യേശു നമ്മളെ തള്ളിയില്ലല്ലോ. But Jesus did not throw us out because of that. എന്നിട്ട് യേശു നമ്മളെ സ്നേഹിക്കുന്നില്ലേ? Doesn't Jesus love us? ഈ മക്കളെയൊക്കെ യേശു സ്നേഹിക്കുന്നുണ്ട്. All the children are loved by മോനെ, Jesus. യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. Hallelujah. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിനോട് പറയണം, ഇപ്പോഴേ മകൻ ഒരുങ്ങിക്കോണം, എനിക്ക് നല്ലൊരു പ്രസംഗകനാകണം. I want to be a good preacher. Get prepared even now. That's what the Lord is saying. അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കണം, ദൈവത്തോട് നിലവിളിക്കണം. ദൈവം അതിനുള്ള അവസരങ്ങൾ നിനക്ക് തരും. But the Lord will give you opportunities to preach. Start praying for that. ഹല്ലേലൂയ. കർത്താവ് ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Yes, Lord. ഇവന് കർത്താവ് ഡ്രം മാത്രം ചെയ്യുന്ന ഒരു ഡ്രമ്മറായിട്ട് മാത്രമല്ല അറിയപ്പെടേണ്ടത്. ഇവർ ദൈവ പൈതലാണ്, അതിലുപരി ഇവൻ ദൈവദാസനാണ്. Hallelujah. ഇന്ന് രാത്രി സമൂഹ മധ്യത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. ഇവനെ കുറിച്ചുള്ള മനുഷ്യന്റെ പ്രതീക്ഷയും കാഴ്ചപ്പാടും ഇന്ന് രാത്രി മുതൽ വ്യത്യസ്തമാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മകനെ അനുഗ്രഹിക്കുന്നു. Hallelujah. ഇവൻ പുസ്തകമെടുത്ത് ശക്തിയോടെ ആയുധമെടുത്ത് പോരാടുന്ന ഒരു യോദ്ധാവായി ഇവൻ മാറുകയാ. യേശുവിന്റെ നാമത്തിൽ യേശു അങ്ങനെ ഇവനെ രൂപാന്തരപ്പെടുന്ന രാത്രിയാ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. Let's thank the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. Keep praying, keep praying. ഞാൻ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് ഇവരെല്ലാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന് ആശയുണ്ട്. പക്ഷേ ഇന്ന് രാത്രി എനിക്ക് ഇവരെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇന്ന് വീട്ടിൽ പോകാനൊക്കെയില്ല. സ്തോത്രം. അതുകൊണ്ട് പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയ ഞാൻ ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. മോനെ ഇങ്ങോട്ട് കയറി വന്നാട്ടെ. Hallelujah. I do believe. ഊഷവന. Keep praying, keep praying, keep praying, keep praying. ഇപ്പോൾ വിദ്യാഭ്യാസം ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ. Please keep praying. ഈ പൈതലിന് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യുന്ന ദിവസമായി മാറുന്ന രാത്രിയേത്. Tonight the Lord is going to do a miracle for you. അതെ, മുൻപോട്ടുള്ള ഗമനത്തിൽ അതിന് ജോലി മണ്ഡലത്തിൽ ഉറച്ചു നിൽപ്പാൻ പോലും കഴിയാത്ത നിലയിൽ ചില ഇടർച്ചകൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. The Holy Spirit is revealing some things in your workplace which is making it difficult for you to stand. അതായത് ചില കാറ്റ് അടിച്ചിട്ട് ആടി ഉലയുന്നത് പോലെ ചില അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. The Holy Spirit reveals some situations where it's trying to dislocate you and shake you. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്ന് ചിലപ്പോൾ വിചാരിച്ചേക്കാം. Right now you may be thinking it is not possible. അങ്ങനെയല്ല, ദൈവാത്മാവ് പറയുന്നു നിന്നെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയാ. The Lord says it is to make you strong in the Lord. അതെ, നീ ദൈവരാജ്യത്തിന് എത്രമാത്രം ശക്തിയോടെ നിൽക്കുന്നോ, the stronger you stand in the kingdom of God, അത്രമാത്രം കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കും. so much more the wind will blow. എന്നാൽ അതൊന്നും നിന്നെ തോൽപ്പിക്കുകയില്ല. None of them will destroy or defeat you. അതൊന്നും നിന്നെ പരാജയപ്പെടുത്തുകയില്ല. It will not fail you. ഒരു നല്ല വഴി നിന്റെ മുമ്പിൽ തുറന്നിട്ടുണ്ട്. A good way has been opened in front of you. ലോകത്തിന് ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വഴി. Nobody can stop that way. ആ വഴി കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു വഴി. The Lord is opening that way for you. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിന്റെ കയ്യിൽ കൊടുത്താട്ടെ. Tonight give yourself to the Lord again. ഒരു അഭിഷേകത്തിന്റെ നിറവിന് വേണ്ടി ആശിച്ച് പ്രാർത്ഥിച്ചാട്ടെ. Desire for a full anointing, a baptism of the Holy Spirit. ഇന്ന് രാത്രി ഒരു അഭിഷേകത്താൽ നീ നിറഞ്ഞാൽ, if you are going to receive an anointing tonight, പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിയോടെ ഉപയോഗിക്കും. the Holy Spirit will use you very powerfully. ജോലി എല്ലാം വിട്ടിട്ട് പാസ്റ്റർ ആകാൻ പറഞ്ഞില്ല. You don't have to leave your job now and become a pastor. പക്ഷേ നിന്നെ ഉപയോഗിക്കുന്ന ദിവസങ്ങൾ അടുത്ത് വരികയാണ്. But the days when God is going to use you powerfully is very near. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ചില വാക്കുകൾ പറയുവാൻ ദൈവം നിന്റെ നാവിനെ അഭിഷേകം ചെയ്യും. The Lord will anoint your tongue to say, declare some words filled with the Holy Spirit. ഒത്തിരി താമസിച്ചു പോയല്ലോ. Oh, it's too late for me. ഇല്ല, ഒരുപാട് താമസിച്ചിട്ടില്ല. No, it is not too late. ഇത് ദൈവത്തിന്റെ സമയമാണ്. This is the time of God. ഇന്ന് രാത്രി പറ, tonight say, എന്റെ ശരീരത്തിന്മേൽ on my body, Lord, ശക്തിയുടെ വ്യാപാരം നിറയ്ക്കണം. let the power of God come. എന്റെ അധരത്തിന്മേൽ on my tongue, my നിന്റെ Lord, അഭിഷേകം നിറയ്ക്കണമേ let your എന്ന് anointing come. ഈ രാത്രി വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. Open your mouth and pray. ഓ, ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ രാത്രിയാണ്. Tonight is the night of ഒന്ന് anointing. വായി തുറന്ന് പറയാൻ തുടങ്ങിയാട്ടെ. Open your mouth and say, I love you, Jesus. ഹല്ലേലൂയ. നീ നടന്നു പോകുന്ന മണ്ഡലങ്ങളിൽ, wherever you walk, my son, ഈ ദിവസങ്ങളിൽ നിന്നെ കാണുന്നവർ അത്ഭുതപ്പെടും. those who see you will be surprised. നിന്റെ ജോലി മണ്ഡലത്തിൽ കാണുന്നവർ അത്ഭുതപ്പെടും. Those who walk with you will be surprised. ഇതെങ്ങനെ സംഭവിച്ചത് ചോദിക്കുവാൻ How did this happen? ചില അത്ഭുതങ്ങൾ ഇവിടെ നടത്താൻ പോകുകയാണ്. How God is going to do that ഒരു amazing പ്രത്യേക thing.
തേജസ്സോടെ നിന്നെ മൂടും. A special glory will come on യേശുവിന്റെ you. നാമത്തിൽ അതിനുവേണ്ടി ആശിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. Tonight ask for it and pray for it. അത് ഇന്ന് രാത്രി ദൈവത്തോട് കരഞ്ഞുകൊണ്ട് പറ, എന്റെ യേശുവേ ആ അഭിഷേകം എന്റെ മേലൊന്ന് വ്യാപരിക്കണം. Jesus, give me that anointing. Cry out and pray. അഭിഷേകം ഈ മകന്റെ മേൽ വ്യാപരിച്ചാൽ If the anointing comes upon this son, ഇവന്റെ കൂടെയുള്ളവരും ഇവന്റെ മേലുദ്യോഗസ്ഥരും താഴെയുള്ളവരും ഒരുപോലെ ഈ പ്രിയപ്പെട്ട മകനെ കണ്ടിട്ട് ഒരു ഭയമുളവാക്കുന്ന ഒരു അഭിഷേകമായിരിക്കും അവനിൽ the വ്യാപരിക്കാൻ authority പോകുന്നത്. in his workplace, the people under him will honor him in a very special way because of the anointing. അവന്റെ സുഹൃത്തുക്കൾ അവനോട് അനാവശ്യമായ ഒരു വാക്ക് പറയാൻ ധൈര്യപ്പെടില്ല. അതുപോലുള്ള അഭിഷേകം അവന്റെ മേൽ His വ്യാപരിക്കും. friends will be scared to talk one loose, dirty word to him. Such an anointing will Glory. come. Yes. Yes. ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുകയാ, I am seeing it in the spirit and saying, അഗ്നി പോലെ നിൽക്കുന്ന ഞാൻ കാണുകയാ. I see the fire of God. കത്തി നിൽക്കുന്ന ഞാൻ I കാണുകയാ. see the fire of God. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പൈതലിന്റെ മേൽ ശക്തി വ്യാപരിക്കട്ടെ. Yes, Lord, let your power come upon ഓ this. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Please pray. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. Please pray. എല്ലാവരും കരമടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. Clap your hands and ഓ ഇന്ന് pray. രാത്രി പൈതലിന് വേണ്ടി ദൈവശക്തി ഒന്ന് വ്യാപരിച്ചിറങ്ങണമേ. ഇവന്റെ മേൽ കഥാവിന് വ്യാപരിക്കണമേ. ദൈവമേ, ഇവനൊരു കത്തി നിൽക്കുന്ന ഒരു അഗ്നി പോലെ, ഒരു അഗ്നി പോലെ ഇവനെ കാണുന്നവർ ഭയപ്പെടട്ടെ, ഇവനെ കാണുന്നവർ ഭയപ്പെടട്ടെ. ഒരു നല്ല വഴി അവന്റെ മുമ്പിൽ തുറന്നിരിക്കുകയാണ്. നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു വഴി തുറന്നിരിക്കുകയാണ്. സ്തോത്രം. എല്ലാ മുടക്കങ്ങളെയും യേശുവിൻ നാമത്തിൽ മാറട്ടെ. ഇന്ന് രാത്രി വിജയത്തിന്റെ രാത്രിയായി മാറട്ടെ. Hallelujah. ഹല്ലേലൂയ. Thank you, ഈ Lord. പൈതലിനെ അവിടെ തുറന്നതിനായിട്ട് നന്ദി. Thank you, Lord, for touching him. ആരും ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്തതുപോലെ, As people have never known. ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്തതുപോലെ ഈ മകനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. There's a God who knows him as he has never known before. അവന്റെ ഉള്ളത്തെ എന്റെ യേശു ഇന്ന് രാത്രി തൊട്ടിരിക്കുക. Tonight, my Jesus has touched his inner man. വരുന്ന ദിവസങ്ങളിൽ In the days to come, ഇതിന്റെ റിസൾട്ട് നിങ്ങൾ സഭയിൽ കാണും. you, hallelujah, you will Amen. see it in the church. ആമേൻ. Amen. സഭയ്ക്ക് പിന്തുണ കൊടുക്കുവാൻ, ശക്തിയോടെ നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് മകനെ കണ്ടിരിക്കുക. Son, the Lord has seen you to stand strongly for the church. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. ഈ പറയുന്നത് ആത്മാവിൽ സംസാരിച്ച വിഷയം മോന് മനസ്സിലായോ? Yes, he understands. യെസ്. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാത്രി ഇങ്ങനെ ദൈവം ഓരോരുത്തരോടും പറയുന്ന വസ്തുതകളുണ്ട്. എനിക്ക് കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ആശ. കർത്താവ് തരുന്ന ചില കുട്ടികൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാൻ പോവുക. മോനെ പോയി നിന്നാട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. Please ഇന്ന് രാത്രി pray. ദൈവത്തിന്റെ പ്രവൃത്തി Please വെളിപ്പെടുക. pray. Let the ഹല്ലേലൂയ. Lord manifest His ഇന്ന് glory. രാത്രി നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചേ, We want കുഞ്ഞുങ്ങളെല്ലാം all of you പ്രാർത്ഥിച്ചേ. to pray tonight, please. കർത്താവ് എനിക്ക് ദൈവത്തിന്റെ ഒരു അഭിഷേകം വേണമെന്ന് പറഞ്ഞേ. Children, say, Lord, I need an anointing from the Lord. നിങ്ങൾ ആരും പേടിക്കരുത്. ഈ അഭിഷേകം വന്നാൽ ഉടനെ തന്നെ പാസ്റ്റർ ആകുമെന്ന് വിചാരിക്കരുത്. Don't be scared. The minute the anointing comes does not mean you have to become a pastor. No. അഭിഷേകം വന്നാൽ ഉടനെ തന്നെ സഭയെന്ന് പ്രസംഗിക്കുന്ന ആളാകുമെന്ന ദൂത് വരുവാണല്ലോ, അതുകൊണ്ട് അത് വേണ്ടെന്ന് പറയരുത്. അങ്ങനെയല്ല Don't പറയുന്നത്. deny the anointing because of any kind of a fear. അഭിഷേകം വരുന്ന എല്ലാവരും പാസ്റ്റർമാരല്ല. Everybody is anointed, need not be a pastor. അഭിഷേകം വരുന്ന എല്ലാവരും സുവിശേഷകരല്ല. Everybody need not be an evangelist. അഭിഷേകം വന്നാൽ അതിന്റെ അർത്ഥം ദൈവവുമായുള്ള ബന്ധത്തിൽ അവന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുക. അതുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി വീരോട് നിൽക്കാൻ നമുക്ക് കഴിയുക, പിശാചിനെ തോൽപ്പിക്കാൻ കഴിയുക. The anointing means standing with the Lord, having a clean relationship with the Lord, and destroying the works of the devil in your life. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്ക് തനിയെ നിൽക്കാൻ കേൾപ്പില്ല, അതുകൊണ്ട് അഭിഷേകം നിങ്ങളുടെ കൂടെ നിൽക്കും. You cannot stand by yourself. That's why the Lord is giving an anointing today. നിങ്ങളുടെ കോളേജിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മാതൃകയായിട്ട് ആരെയും കണ്ടെന്ന് വരികയില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിഷേകം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. Maybe in your workplace, in your college, you may not be able to see good examples, but the anointing is given to you for that. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Going to pray for each person. ഈ മകന് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. Tonight pray, please പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ഇടപെടുന്ന രാത്രിയാ. Hallelujah. ഈ പൈതൽ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ അവനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാനുണ്ട്. The Holy Spirit is going to speak to him. ദുർഘടങ്ങളായ പാതകൾ മുൻപിലുണ്ടെങ്കിലും There are difficult things ahead of അതേ you. ശക്തിയോടെ നടത്തുവാൻ വിശ്വസ്തനായ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി അറിയട്ടെ. But the Lord is faithful to take you through all those difficulties. ഹല്ലേലൂയ. Hallelujah. ഇവന്റെ ജീവിതം ഇത്തരത്തിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചവരില്ലല്ലോ. There are many people who never thought he will be like this അവന്റെ today. മാതാപിതാക്കൾ പോലും ഒരുപക്ഷെ വിചാരിച്ച മണ്ഡലത്തിലല്ല അവൻ നിൽക്കുന്നത്. Even his parents did not think that he will stand like this today. ഇങ്ങനെയുള്ള മകന് വേണ്ടി പ്രാർത്ഥിച്ച
സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും. There are many times you prayed for this son. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് ഇങ്ങനെ പറയുന്നു. Tonight the Holy Spirit says, ഹല്ലേലൂയ. Hallelujah. ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് ഇവന് വേണ്ടി The വാദിക്കുകയാണ്. Holy Spirit is talking for him. ഈ പൈതൽ കൃപയുടെ അഭിഷേകത്തിന്റെ ഒരു സാക്ഷിയായിരിക്കും. He'll be a witness for the grace and the anointing of the Lord. He love you, Jesus. ഒത്തിരി കഴിവ് ഈ മകന് ദൈവം കൊടുത്തിട്ടുണ്ട്. The Lord has blessed him with many talents. വലിയ ജ്ഞാനം ഇവന് കൊടുത്തിട്ടുണ്ട്. He has Lord of wisdom. ഇവന് കഴിവുള്ളതും ഇവന്റെ ജ്ഞാനവും അത് ദൈവം തമ്പുരാൻ കൊടുത്തതാ. It is the Lord who bestowed all these things for him. ഈ അഭിഷേകം, ഈ കഴിവിന്റെ നദി ഒരിക്കലും വേറൊരു വഴിക്ക് ഒഴുകാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. The Lord does not like his abilities to be diverted or dechannelized. ഈ മകന്റെ കഴിവ് ദൈവത്തിന് കൊടുക്കണം. You must give all your ability to the Lord. ദൈവം ഇന്ന് രാത്രി മോനോട് പറയുന്നു, നിന്റെ കഴിവ്, നിന്റെ ജ്ഞാനം, ഹല്ലേലൂയ, നിന്റെ ശക്തി, നിനക്ക് ഒരുപാട് പ്രാപ്തി ദൈവം നൽകിയിട്ടുണ്ട്. അവിടെ ദൈവത്തിന് കൊടുക്കാൻ തീരുമാനിക്കുക. You have a lot of good things about you. Give it totally to the Lord. ആമേൻ. Amen. അത് ദൈവത്തിന് ഉപയോഗിക്കാൻ വേണം. Because the Lord wants to use it. ദൈവം അത് ഉപയോഗിച്ചോളും. The Lord will use it. അത് ദൈവം ഉപയോഗിക്കും. The Lord will use it. അതുകൊണ്ട് കഴിവ് അത് ലോകത്തിലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒഴുകുന്നതിനേക്കാൾ കൂടുതൽ എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ആ കഴിവ് ഉപയോഗിക്കാൻ പോവാണ്. അതെന്റെ ദൈവം തന്നാണെന്ന് പറഞ്ഞോണം. Say, everything I have is from the Lord. I'm going to channelize it only for my God. I will not channelize it for anything else. ഞാൻ ഇത്രയും പറയുമ്പോൾ എനിക്ക് പൈതലിനെ അറിഞ്ഞുകൂടാ, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. I don't know this son, but you all know him. പക്ഷെ ദൈവം ഇവനോട് പറഞ്ഞ കാര്യവും ഇവന്റെ കഴിവിന്റെ കാര്യവും പ്രാപ്തിയുടെ കാര്യവും ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ദൈവം ഇവനെ അറിയുന്നെന്ന്. You know, God knows him when I talked about his ability. അതുകൊണ്ട് ഈ മകന് ദൈവത്തിന് വേണം. God wants his son. ഇതിനകത്തിരിക്കുന്ന ഒരു കുഞ്ഞിനെ ദൈവം വിടത്തില്ല. Not a single child here will be left by the Lord. ഇവര് ദൈവസഭയ്ക്കകത്ത് ശക്തന്മാരായ ആയുധങ്ങളായിട്ട് മാറാൻ പോവാ. All these children are going to be powerful pillars of the church. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Keep praising the Lord. ശക്തിയോടെ കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ. Just thank the Lord powerfully. ദൈവം ഇന്ന് രാത്രി നിന്നോട് സംസാരിച്ചു. Tonight the Lord spoke to you. ദൈവം ഇന്ന് രാത്രി ഇടപെട്ട രാത്രിയാ. The Lord has dealt with you tonight. ഒരുപാട് കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയില്ല. He did not reveal many things. പക്ഷെ ഒറ്റ കാര്യം നിന്നോട് പറഞ്ഞു. One thing the Lord said. ദൈവത്തിന് നിന്റെ ജ്ഞാനം വേണം. God needs your wisdom. ദൈവത്തിന് നിന്റെ കഴിവ് വേണം. He wants your ability. ആ കഴിവ് വേറൊരിടത്തും പോകരുത്. It should not go anywhere ഇന്ന് else. രാത്രി യേശുവിന്റെ കൈ കൊടുക്ക്. Give it to Jesus. യേശുവിനോട് പറ, Give it to Jesus. ഞാൻ And tell എന്റെ him, കഴിവുകൾ നിന്റെ കൈ തരുന്നു. Lord, I give my abilities to you. യെസ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി മകന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവിനെ നന്നായിട്ട് സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി യേശുവേ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവന്റെ കഴിവുകൾ യേശുവിന് കൊടുക്കട്ടെ. യേശുവിന് പ്രയോജനമുള്ളവനായിട്ട് ഇവൻ മാറട്ടെ. ഇന്ന് രാത്രി മകന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇവൻ ദൈവരാജ്യത്തിന് കൊല്ലാവുന്നവനായി ഒരു ശക്തിയുള്ള ആയുധമായി ഈ പൈതൽ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. Hallelujah. മകനെ അനുഗ്രഹിക്കുന്നു. Yes, Lord. ഇവൻ കൃപയുടെ അഭിഷേകത്തിന്റെ സാക്ഷിയാകട്ടെ. Yes. ലോകത്തിൽ ആരും ഹല്ലേലൂയ ഇവനെ തോൽപ്പിക്കരുത്. ഇവനെ Nobody ആരും should തോൽപ്പിക്കരുത്. defeat. Nobody should defeat. ഹല്ലേലൂയ. ആരെല്ലാം തോൽപ്പിക്കാൻ ശ്രമിച്ചാലും എന്റെ യേശുവേ ഈ മകനെ അവിടുന്ന് കൃപയിൽ നിർത്തിക്കൊള്ളണം. Hallelujah. അതിനുള്ള പ്രത്യേക അഭിഷേകം ഈ മകന്റെ മേൽ കൊടുക്കണം. Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശു മകനെ അനുഗ്രഹിക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. യേശുവിന്റെ ഇടപെടലുകൾ ഓരോരുത്തരും അറിയുന്നുണ്ട്. I know the Lord മോളെ is speaking. ഇങ്ങോട്ട് വന്നാട്ടെ. മോൾ ഇങ്ങോട്ട് കയറി വന്നാട്ടെ. സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശുവിനെ നീ എത്ര സ്നേഹിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know how much you love Jesus. നിനക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. You have many friends. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകാം. You have good friends too. ഒരുപക്ഷെ നല്ലതും മോശമായ സുഹൃത്തുക്കൾ കയറി വന്നേക്കാം. Maybe bad friends may come into your life. പക്ഷെ ഇന്ന് രാത്രി യേശു നിന്നോട് സംസാരിക്കുക. Tonight the Lord is speaking to you. നിന്റെ ഉള്ളം അറിയുന്ന യേശു, The one who knows your heart. അത് നിന്റെ ചലനങ്ങൾ അറിയുന്ന യേശു The തമ്പുരാൻ. one who knows your movements. ഇന്ന് രാത്രി യേശുവിന്റെ കയ്യിലേക്ക് ഒന്ന് കൊടുത്തേ. Give yourself completely to the Lord. കർത്താവിന്റെ മുമ്പിൽ കൊടുത്തിട്ട് പറ, കർത്താവേ ഇന്ന് രാത്രി മുഴുവനായി അങ്ങയുടെ കയ്യിൽ തരുന്നു. Lord, I give myself completely to you. Tell the Lord, open your mouth and tell him tonight. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയാമോ യേശുവിനോട്? Can you tell the Lord? ഹല്ലേലൂയ. യെസ്. ഇന്ന് രാത്രി അവൾ പറഞ്ഞ വാക്കിന് മേൽ ദൈവത്തിന്റെ മുദ്ര വീഴുകയാണ്. The words that she spoke, the seal of the Lord comes on her. ഈ മകളുടെ പേരൻസ് ആരാ ഉള്ള ഇവിടെ? ഇവളുടെ പേര് Who are the mother of the father? കേറി വന്നിട്ട് അവര് ഒന്ന് കേറി വന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ വന്നിട്ട്. Father ഫാദർ വന്നിട്ടില്ല. അമ്മ വന്നാ മതി. സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. Hallelujah. Hallelujah. സ്തോത്രം. അവളെ കൈ വെച്ചാട്ടെ. ഇവളെ നിങ്ങൾക്ക് വേണം അല്ലേ? Hallelujah. ഇവളെ നിങ്ങൾക്ക് വേണം. ഈ കുഞ്ഞിനെ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് കാണണം. ഗ്ലോറി ടു ഗോഡ്. പ്രിയപ്പെട്ട അമ്മ എന്നുള്ള നിലയിലെ കുഞ്ഞിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇവൾക്ക് വേണ്ടി ഉപവസിക്കാൻ സമയമെടുക്കണം. ഇവൾക്ക് വേണ്ടി കരയാൻ സമയമെടുക്കണം. ഭൂഷമനഘട ഗന്ധനാരക. ദുഷ്ടവ്യാപാരങ്ങൾ പലപ്പോഴും തല ഉയർത്തി
ജീവിതത്തിന്റെ മണ്ഡലങ്ങളെ ഉലച്ചു കളയാൻ ശ്രമിച്ചു. Hallelujah. നഷ്ടപ്പെടുത്താൻ ശ്രമിച്ച മണ്ഡലങ്ങൾ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്ക് എണ്ണി അറിയാം 3 തവണ. Hallelujah. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ സിസ്റ്റർ? ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ എണ്ണി പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകമായി എടുത്തു പറയാൻ 3 ഇൻസിഡൻസ്, 3 സംഭവങ്ങൾ ഇവിടെ നേരെ ഉണ്ട്. ആ സംഭവങ്ങളിൽ ഒന്നും പരാജയപ്പെടാതെ നിർത്തി ദൈവത്തിന്റെ സ്നേഹം കുടുംബത്തോടുള്ളത് കൊണ്ടാണ്. അത്രയും മതി. സ്വത്രം. ഇന്ന് രാത്രി ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവൾ യേശുവിന് വേണ്ടി മാറി നിൽക്കേണ്ടവളാണ്. ഈ പൈതലിനെ ഇന്ന് രാത്രി നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മോളെ, യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. Child, Jesus loves you. യേശു നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. He never desires you to be lost. നീ ജീവിച്ചിരിക്കണമെന്ന് യേശു The ആഗ്രഹിക്കുന്നു. Lord desires to live. നീ നഷ്ടപ്പെടരുതെന്ന് യേശു ആഗ്രഹിക്കുന്നു. The Lord desires you not to be lost. യേശുവിന് വേണ്ടി നിന്റെ ജീവിതം കൊടുക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. The Lord desires you to give your life to Him. ഹല്ലേലൂയ. Hallelujah. ജീവിതം തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച സന്ദർഭമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, അവളെ ജീവനോടെ നിർത്തിയത് ദൈവത്തിന്റെ മഹാകൃപയാണ്. Hallelujah. ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അതെ, പ്രിയപ്പെട്ട മമ്മി ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ പൈതൽ ദൈവകൃപയുള്ളവളാകട്ടെ. ഇവിടെ ഒരു പ്രത്യേക അഭിഷേകം വ്യാപരിക്കട്ടെ. ഒരു കോട്ടയും ഇവിടെ മൂടരുത്. ഒരു ശത്രു സൈന്യവും ഇവിടെ ആക്രമിക്കരുത്. രാത്രി യേശുവിൻ രക്തത്തിന്റെ മുദ്ര ഇവിടെ മേലിടുകയാണ്. യേശുവിന്റെ സ്നേഹത്താൽ ഇവിടെ നിറയപ്പെട്ടു. നഷ്ടപ്പെടുന്ന മണ്ഡലങ്ങളൊന്നും ജീവിതത്തിന് നേരെ വരുമ്പോൾ ഒന്നും കർത്താവേ പരാജയമല്ല, പകരം എല്ലാത്തിലും ഒരു ജീവൻ പകരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഈ മകളെ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഇവിടെ വഴി കർത്താവേ, ദുർഘടങ്ങളായ വഴി, മുൻപിലുള്ള പാതകൾ നിവർത്തി നിർത്തുവാൻ കഴിവുള്ളൊരു ദൈവം. ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് ഇവളുള്ള അനുഗ്രഹമാകട്ടെ. സഭയ്ക്ക് ഈ പൈതൽ ഒരു അനുഗ്രഹമാകട്ടെ. ഒരു ശക്തിയുള്ള ആയുധമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഇവളെ മറയ്ക്കണം, ശക്തിയുള്ള ആയുധമാക്കണം. ദൈവനാമത്തിന് മഹത്വമായിട്ട് ഇവൾ മാറണം. യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മളെ ഒന്നും ഒരു രസമല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ നമ്മുടെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനയും ജീവിതം പോലും വെറുതെ രസമായിട്ട് കാണരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സീരിയസ്ലി. അതാണ് പറഞ്ഞത്. സീരിയസ് ആയിട്ട് കാണണം. യെസ്. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സോറി. ഞാൻ കോമൺ ആയിട്ട് പറയുമ്പോഴേ മോളോ തെറ്റിദ്ധരിക്കരുത്. സന്തോഷത്തോടെ ഞാൻ പറയുന്നത്. ഞാൻ ഐ ലവ് യു. എനിക്ക് സ്നേഹമുണ്ട്. സ്നേഹം വെച്ച് എൻ്റെ മോളെ പോലെ പറയുക. ജീവിതത്തിലെ എല്ലാ കാര്യവും സീരിയസ് ആയിട്ട് നീ കാണണം. ഗൗരവമായി കാണണം. ഭാവി ഗൗരവമായി കാണണം. Look at your future seriously. ജീവിതം ഗൗരവമായി കാണണം. Life seriously. സ്പിരിച്വൽ ആത്മീയത ഗൗരവമായി കാണണം. Look at your spirituality. ദൈവനോട് പറയുക, അങ്ങനെ ഗൗരവമായി നീ കണ്ടാൽ If you see it seriously, നിശ്ചയമായും നീ ദൈവത്തിന്റെ ആയുധമാകും. You will become a weapon for the Lord. പലപ്പോഴും നമ്മുടെ യൗവന പ്രായത്തിൽ ഒരുപക്ഷെ നമുക്ക് അതിൽ അത്ര ഗൗരവം കണ്ടെന്ന് വരത്തില്ല. We are young, we may have a playful nature. അത് വലിയ പാതകമായി തെറ്റായിട്ടൊന്നും നിന്നെ ആരോപിക്കുന്നില്ല. The Lord is not finding guilt in that. പക്ഷെ ദൈവത്തോട് പറ, But tell the Lord, എന്റെ കർത്താവേ, Lord, എനിക്ക് ഗൗരവമായി ജീവിതത്തെ കാണാൻ ഒരു കൃപ തരണേ. give me grace to see life seriously. ഇത് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കുടുംബത്തിലും സഭയിലും നീ ഒരു അനുഗ്രഹപാത്രമായിരിക്കും. If you do that, you will be a blessing for your family and for your church. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പൈതലിനെ അനുഗ്രഹിക്കുന്നു. ഇവിടെ ജീവിതം ലോകത്തിൽ വലിയ മാതൃകാ ജീവിതമാകട്ടെ. അതിന് വിരോധമായിട്ട് ഒരു ശത്രു എഴുന്നേൽക്കരുത്. അങ്ങനെ വരുന്ന മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ശാസിച്ച് അമർത്തുന്നു. ദൈവം പ്രവർത്തിക്കുന്നതിനായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. സന്തോഷമായോ? ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേക പ്രാർത്ഥന വേണം. ഇവൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തീരുമാനം എടുക്കണം. ഈ പരസ്യമായിട്ട് ഞാൻ പറയുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം പ്രവർത്തിക്കുന്ന ദിവസമാണ്. രാത്രി ദൈവത്തിന്റെ അത്ഭുതം നമ്മൾ കാണുന്ന രാത്രിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മടുപ്പ് തോന്നുന്നുണ്ടോ? മക്കൾക്ക് ആർക്കെങ്കിലും മടുപ്പുണ്ടോ? സ്തോത്രം. രാത്രി ഇവിടെ നിന്നിട്ട് മടുപ്പായി തോന്നിയോ? ഹല്ലേലൂയ. ഓ, ഞങ്ങളെ കുറെ നേരമായി നിർത്താൻ തുടങ്ങിയിട്ടും തോന്നിയോ? ഹല്ലേലൂയ. ഇല്ല, നിങ്ങൾ നീന്നത് ഒരു നന്മയ്ക്കാണ്. നിങ്ങൾക്ക് വേണ്ടിയാ ഇന്ന് രാത്രിയിലെ ഉപവാസത്തിലെ രാത്രി യോഗം. Tonight it is for you children. Hallelujah. ഇന്ന് രാത്രി നിങ്ങളോട് വന്ന് നിന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി നിങ്ങൾ പറയണം. You will say it is a blessing that you have come. ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ആളുകളെല്ലാം അവരിയ്ക്കുക, അവരെല്ലാം സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതുകൾ അവിടെ ഉള്ളത്. Yes, tonight the messages are coming for you. Hallelujah. Hallelujah. ദൈവം ഇന്ന് രാത്രി നിങ്ങളോട് ഇടപെടുന്ന രാത്രിയാണ്. Tonight the Lord is dealing with each one of you. ഈ മകനെ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി അവന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുക. Tonight the Lord is asking you to pray for this son. Hallelujah. അവന്റെ ജീവിതത്തിന്റെ വഴികളെ ദൈവം തമ്പുരാൻ കണ്ടിരിക്കുക. The Lord has seen the ways of his life. മുൻപോട്ടുള്ള ഗമനങ്ങൾ ദൈവത്തിന് അറിയാം. The Lord knows his way forward. Hallelujah. Hallelujah. ഇന്ന് രാത്രി ദൈവാത്മാവിനെ സന്ദർശിക്കുന്ന രാത്രിയാണ്. Tonight the Lord is touching him, visiting him. ഒരിടത്ത് പോലും ഒതുക്കി വെക്കാൻ പിശാചിന് കഴിയില്ല. The devil cannot push you down anywhere. ചിലപ്പോഴെങ്കിലും വിചാരിച്ചല്ലേ? Sometimes you have thought, സ്തോത്രം, the devil is pushing me down. ഇല്ല.
Never. അങ്ങനെ നിന്നെ ഒതുക്കാൻ ഒക്കത്തില്ല. You cannot be quenched down like that. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അഭിഷേകം നിന്റെ മേൽ വ്യാപരിച്ചാൽ, If a particular kind of anointing comes on you, അമ്മയോ അപ്പനോ പ്രിയപ്പെട്ടവരോ പാസ്റ്ററോ if you- ആര് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പ്രിയപ്പെട്ട മകനെ ദൈവം കൈപിടിച്ചുയർത്തും. more than your parents, more than the church, more than the pastor, the Lord will lift you up in an amazing way. ആമേൻ. Amen. ദൈവാത്മാവിനോട് പറയുന്നത് The Holy Spirit ഇവനൊരു says, ഒരു ഒരു ജോലിയിൽ തന്നെ ഒരു ഉന്നത സ്ഥാനത്ത് വരുന്നത് ദൈവാത്മാവിനെ കാണിച്ചു. the Holy Spirit shows me him coming up on very high position in his job. പ്രതീക്ഷിക്കാത്തൊരു വഴി ഇവന് വേണ്ടി തുറക്കുന്ന ദൈവാത്മാവ് എന്നെ അറിയിക്കുക. The Holy Spirit lets me know an unexpected way is opening for this son. ഇത് കാണുമെന്ന് വിശ്വസിക്കുന്ന ഇവിടെ നിൽക്കുന്ന ഈ ആളുകൾ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. Those who believe this will happen, praise the Lord. ഹല്ലേലൂയ. ഈ മോനൊരു ശാന്തമായിട്ട് നിൽക്കും, പക്ഷേ അവന് ഒരു ജോലി എന്ന് പറയുന്നത് ചെറിയ ജോലി എന്ന് പ്രതീക്ഷിക്കും, പക്ഷെ നല്ല ജോലി അവന് കിട്ടാൻ പോകുന്നത്. He is only expecting a small job. He looks very quiet on the outside, but he is going to get a very, very big, good job. ഞാനത് ഇത് വെറുതെ ഒരു വാക്കായിട്ടൊന്നും ആരും കാണരുത്. Please don't take it as a useless word, careless word. ദൈവം അത്ഭുതം ചെയ്യുന്നത് കണ്ണുകൊണ്ട് കണ്ടാൽ നമ്മൾ ദൈവത്തിന് ഒത്തിരി നന്ദി പറയും. When you begin to see the miracles God is going to do for him, you will thank the Lord. ഇതെല്ലാം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്ന രാത്രിയായിരുന്നു. Tonight is the night our faith is increasing. ഈ കുഞ്ഞുങ്ങളോട് പറയുന്ന ഒന്നും വെറുതെ അല്ല. None of the words spoken to the children are ഇവരാരും just like, നഷ്ടപ്പെടാനല്ല ഇതൊന്നും പറയുന്നത്. we are not speaking this that they are lost. നമുക്ക് ജോലി കിട്ടുമെന്ന് പറയുന്നതും അതുപോലെ നന്മ ഉണ്ടാകുമെന്ന് പറയുന്നതും ഒക്കെ കേൾക്കുന്ന ഒരു സുഖം, പക്ഷേ അങ്ങനെ സുഖത്തിന് വേണ്ടിയുള്ള വാക്കല്ല ഇത്. I'm not speaking these things to please you or tingle your ears. ഇന്ന് രാത്രി ഇവനോട് മാത്രമായി ദൂത് ഞാൻ പറഞ്ഞത്. This word has come only for him tonight. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ ആത്മാവ് മകനോട് പറയുന്നു, അതെ നിശ്ചയമായിട്ടും അത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും, നീ അത് അനുഭവിക്കും. You will see it with your eyes. You will enjoy and experience that love of God. നിന്നെ ബഹുമാനിക്കാനും ആദരിക്കാനും ചില ആളുകളെ ദൈവം എഴുന്നേൽപ്പിക്കും. God will raise up people to honor you and respect നിന്നെക്കാൾ you. പ്രായമുള്ള ചില ആളുകൾ നിന്നെ ബഹുമാനിക്കുന്ന ദിവസങ്ങൾ അനധിവിദൂരങ്ങളല്ല. It is very in the near future, people older than you will respect you. ഓ ഹല്ലേലൂയ. Hallelujah. പക്ഷെ നീ അഭിഷേകത്തിന് കീഴടങ്ങിയേ പറ്റൂ. But you must submit to the anointing. ആ അഭിഷേകമായിരിക്കും നിന്നെ ഉയർത്തുന്നത്. It is the anointing that will lift you up. ഈ ദിവസങ്ങളിൽ അതിനു വേണ്ടി കരയണം. Cry for that from today. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Praying for the children. യേശുവിന്റെ നാമത്തിൽ Hallelujah. കർത്താവേ ഈ പൈതലിനെ ഇന്ന് രാത്രി അനുഗ്രഹിക്കണം. Thank you, Lord. ലോകത്തിലെ ഒരു മനുഷ്യന്റെ പ്രതീക്ഷയല്ല, Hallelujah. ദൈവനെ കുറിച്ചുള്ള പ്രതീക്ഷ വലുതാണ്. Hallelujah. ഇന്ന് രാത്രി ഈ പൈതലിന്റെ മേൽ അങ്ങയുടെ ശക്തി വ്യാപരിക്കുന്നതിനായിട്ട് നന്ദി. Hallelujah. ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ Hallelujah. കർത്താവേ ഇവനെ കുറിച്ചുള്ള പദ്ധതി പൂർത്തീകരിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ, എന്റെ കാതിൽ ആ വാർത്ത കേൾക്കാൻ എത്രയും വേഗം ഇടയാക്കണം. അപ്പൊ ചാങ്ങോട് നിങ്ങൾ അപേക്ഷിക്കുക, അത് കണ്ണുകൊണ്ട് കാണണം. ഇത് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, ജനത്തെ വിശ്വസിപ്പിക്കുവാൻ ഇത് കാരണമാകുമെന്ന് എളിയവൻ അറിയുന്നു. Yes. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. Amen. ഇതൊരു അനുഭവമായി മാറും. Amen. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് നന്ദി. നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. Thank you, Lord. Let it happen. Praise the Lord. ദൈവം ആ കാര്യം ചെയ്യും കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളായിരിക്കും ദൈവത്തിന്റെ മുമ്പ് തരാൻ പോണത്. God is opening. നിരാശപ്പെടുന്നുണ്ട്, ഹൃദയത്തിൽ ഭാരമുണ്ട്, സാരമില്ല, ദൈവം പ്രവർത്തിച്ചോളൂ. Hallelujah. Praise the Lord. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. Please pray. എല്ലാ കുഞ്ഞുങ്ങളും ആത്മാവിൽ ആരാധിച്ചാട്ട് Children, വായി open തുറന്ന് your സ്തോത്രം mouth and പറഞ്ഞാട്ട് praise the Lord, all ഇന്ന് of you. രാത്രി സ്തോത്രത്തിന്റെ ധ്വനികൾ മുഴങ്ങട്ടെ. Oh, Rabba, നിങ്ങൾ Bala, ദൂത് കേട്ടവരും ആലോചന കേട്ടവരും ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കുമെന്നുള്ളവരും ഇന്ന് രാത്രി സ്തോത്രം പറയാൻ തുടങ്ങിയാൽ, അത് എന്തിനാ ഈ സ്തോത്രം പറയുന്നത് ചോദിച്ചാൽ, വാ തുറന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അറിയാതെ റിലീസ് ആകുക ചെയ്യുന്നത്. When you open your mouth, your inner man is being released. നമ്മൾ കെട്ടപ്പെട്ടവരെ പോലെ ഇരുന്നാൽ നമുക്ക് ആത്മസ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല. If you sit like people who cannot do anything, we won't have the freedom in the spirit. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവ് വായ് തുറന്ന് ആരാധനയ്ക്ക് വേണ്ടി അവകാശം നൽകിയിരിക്കുന്നത്. That is why the Holy Spirit asks you, open your mouth and worship in freedom. അത് നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അത് നിറയ്ക്കാം. Open your mouth wide and I will fill it, says the Lord. ദൈവം എപ്പോഴും സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. That's the way the Lord speaks. അതുകൊണ്ട് ഇന്ന് രാത്രി ആരാധനയുടെ ശബ്ദം ഈ ആലയത്തിനകത്ത് മുഴുവൻ മുടങ്ങട്ടെ. People are God. അവിടെ ഇരിക്കുന്നവരെ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ Can you തുടങ്ങിയാട്ടെ. stand up and give God the glory? എല്ലാവരും ശക്തിയോടെ ആരാധിക്കാൻ എഴുന്നേറ്റ് നിന്ന് തുടങ്ങിയാട്ടെ. ദൈവത്തെ ആരാധിക്കുവേ. എഴുന്നേൽക്കാൻ പറ്റുന്നവരെല്ലാവരും എഴുന്നേറ്റാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ പൈതലെ ഇന്ന് രാത്രി അനുഗ്രഹിക്കുന്നു. Bless her tonight, Lord. ഹല്ലേലൂയ. ശക്തിയോടെ ആരാധിച്ചേട്ടെ മോളെ. എവിടെ നിൽക്കുന്നവരെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം Please thank ചെയ്തോണ്ട്. the Lord for this child. ഒന്നും ഇന്ന് രാത്രി കാണാനില്ല, ഒന്നും കാഴ്ചയ്ക്കായിട്ടില്ല. Nothing to be seen. നിങ്ങൾ ആരാധിച്ചാൽ മതി. Just worship. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിടുതൽ ദൈവം അയച്ചോളൂ. Tonight the Lord will send his അതുകൊണ്ട് deliverance. നിങ്ങളുടെ പ്രാർത്ഥനയുടെ പിന്തുണ എനിക്ക് വേണം. I need you to pray. ഇന്ന് രാത്രി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. Tonight I'm praying for this child. അതെ, ഇന്ന് രാത്രി ഈ പൈതലിനെ ദൈവം അനുഗ്രഹിക്കുന്ന രാത്രിയാണ്. Lord, touch her tonight. Bless her. Thank you. ഓ ശരമനഗട
അസ്തൽ കപടം. ഇന്ന് രാത്രി മോളെ നീ വന്നത് വെറുതെയല്ല. Child, you did not come simply. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കൊണ്ടുവന്ന ഒരു ദിവസമായി ഇന്ന്. The Holy Spirit himself brought you here. ഇന്ന് രാത്രി ഇവിടെ വന്നത് നിനക്ക് അനുഗ്രഹമായി വീട്ടിൽ പോയി നീ പറയുന്ന ഒരു രാത്രിയാണ്. Tonight you will go back home and say, yes, it was a blessing for me. ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് രാത്രി നീ ഒരു ദർശനം കാണും, സ്വപ്നം. Tonight you will see a vision in a dream. ഹല്ലേലൂയ. Hallelujah. അത് നിന്നോട് ദൈവം സംസാരിക്കാനുള്ള ഒരു ദൂതായിരിക്കും. There is something the Lord wants to give you as a message. ഹല്ലേലൂയ. Hallelujah. ഇതുവരെ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവന്മാരോട് പറയുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി നീ ഒരു ദർശനം കാണും. Tonight I don't know if the Lord is telling me, but tonight you will see. ദൈവത്തിന് നിന്നോട് പേഴ്സണൽ ആയിട്ട് പല കാര്യങ്ങളും പറയാനുണ്ട്. The Lord wants to tell you some things personally. അത് ഒരുപക്ഷെ പരസ്യമായി ഒന്നും പറഞ്ഞില്ലെങ്കിലും ദൈവം നിന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്ന അനുഭവം ഉണ്ടാകുമെന്ന് ദൈവാത്മാവിനോട് The പറയുന്നു. Holy Spirit tells me you will have experience where the Lord will speak to you directly, personally. വ്യക്തിപരമായും വീടിനെ കുറിച്ചും കുടുംബത്തിലുള്ളവരെ കുറിച്ചും ദൈവം നിനക്ക് ആലോചന തരും. The Lord will give you counsel about your home, your family, and the people in your family. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാത്രി ദൈവം എന്നോട് സ്പെഷ്യൽ ആയിട്ട് പറയുന്നു, ഈ പൈതലിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവളോട് ദൈവം നേരിട്ട് ആലോചന പറയുന്ന ദിവസങ്ങൾ അനധിദൂരമല്ല. In the near future, the Holy Spirit says very clearly, the Lord will speak to you directly, his counsel, personally and privately. ഹല്ലേലൂയ. Hallelujah. പഠനത്തോടുള്ള എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? തലവേദന പോലുള്ള അസ്വസ്ഥതകളുണ്ടോ? നമുക്ക് പിന്നെന്താ അസ്വസ്ഥതയുള്ളത്? Okay, let it be. No need. കർത്താവ് ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Yes, Lord. ഇന്ന് രാത്രി ഈ പൈതലിനെ അനുഗ്രഹിക്കുക. ഇവിടെ വഴികൾ തികവുള്ളതായി വരട്ടെ. ലോകത്തിൽ ആരോടും ഒന്നും പറഞ്ഞില്ലെങ്കിലും ദൈവം ഇവളോട് വ്യക്തിപരമായി സംസാരിക്കുന്ന ദിവസങ്ങൾ വരികയാണല്ലോ. ഇവിടെ കാതുകളിൽ അങ്ങയുടെ ശബ്ദം കേട്ടു എന്ന് പറയണം. ഇവിടെ കാതുകളിൽ കർത്താവ് എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞ വാക്ക് സാക്ഷ്യമായി വരണം. പൊതുസഭയിൽ അത് എടുത്തു പറയാൻ അവൾക്കൊരു അവസരം ഉണ്ടാകും. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ ഈ വിഷയം ഏൽപ്പിക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ വഴി ദൈവം അറിയുന്നു. അവിടെ കണ്ണിലൊരു കണ്ണുനീരിൻ്റെ ഒരു തുള്ളി വന്നാൽ അതിനകത്തൊരു മറുപടി ഉണ്ടാകും. അവൾ ഒരു വാക്ക് ദൈവത്തോട് പറഞ്ഞാൽ അതിനകത്തൊരു റിസൾട്ട് വെളിപ്പെടും. ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുക, യേശുവിന്റെ നാമത്തിൽ ഇവിടെ കുടുംബത്തിൽ തന്നെ ഈ മകൾ ഒരു അനുഗ്രഹമാകട്ടെ. ഇന്ന് വരെ കുടുംബത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ല ചില പദവികളിലേക്ക് ഇവിടെ ദൈവം നടത്തിക്കൊണ്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ പ്രത്യേക അഭിഷേകത്താൽ ഇവിടെ നിറയ്ക്കണം. അതിനായി ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മളെ ദൈവം നിന്നോട് വ്യക്തിപരമായി സംസാരിക്കും. അത് ഒരു അനുഭവമായിരിക്കും. നിങ്ങൾക്ക് ടെസ്റ്റിമണി പാസ്റ്ററോടോ മറ്റുള്ളവരോട് പറയാൻ അവസരം കിട്ടും. മോളിങ്ങോട്ട് കയറിയെന്നേ, പാസ്റ്ററുടെ മോളാ. ദൈവം എന്നോട് പറയുന്നു ഈ മോളോട് ചില കാര്യങ്ങൾ പറയാൻ. The Lord is telling me to tell this child some things. ഒരു കാഴ്ച പോലെ ചില സന്ദർഭങ്ങളിൽ പലതും കാഴ്ചക്കാരിയെ പോലെ ആയിരിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. Many times in your life you have been a spectator. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, അത് വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ, അതെ ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും കാണുമ്പോൾ അവിടെ കണ്ണിനകത്ത് പലതും തങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ദൈവാത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നത് ഇവളൊരു അഭിഷക്തിയായി ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്നാണ്. ഇവിടെ നാവിന്മേൽ ഒരു വിശേഷ അഭിഷേകം ദൈവം പകരുന്ന ദിവസങ്ങളാണ്. നശിച്ചു പോകുന്ന ചിലരെ, നഷ്ടത്തിലേക്ക് പോകുന്ന ചിലരെ നിന്റെ വാക്ക് കൊണ്ട് നീ മടക്കി വരുത്തും. ഒരു കഴിവ് അതിനെനിക്കില്ലെന്ന് നീ പറഞ്ഞേക്കാം. ദൈവം എന്നോട് പറയുന്നു, The Lord says, ഹല്ലേലൂയ, ചില വ്യക്തികളെ, നഷ്ടത്തിലേക്ക് പോകുന്നവരെ, നശിച്ചു പോകുന്നവരെ ഓടി നടന്ന് പിടിച്ചു കൊണ്ടുവരുന്ന ഒരു ജോലി ദൈവം നിന്നെ ഏൽപ്പിക്കുക. The Lord is giving you an ability to go after people, bring them from hell. അടങ്ങിയിരിക്കാൻ സമയമില്ലാതെ, ഒതുങ്ങിയിരിക്കാൻ സമയമില്ലാതെ നിനക്ക് ഓടി നടന്ന് അനേകരെ, നിന്റെ പ്രായക്കാരെ വിളിച്ചു കൊണ്ടുവരാൻ ദൈവം നിന്നെ ആയുധമാക്കും. The Lord is going to use you as a weapon to call many people your age into the kingdom. Amen.
Amen. അതിനെനിക്ക് കഴിവില്ലെന്ന് ഒരു പക്ഷെ വിചാരിക്കും. Maybe you think you're not able to do that. എനിക്കതിന് പ്രാപ്തിയുണ്ടോ എന്ന് വിചാരിക്കും. Maybe think, am I able to do that? എന്റെ ദൈവം നിനക്ക് കഴിവ് തന്നാൽ ഹല്ലേലൂയ ലോകത്തിലെല്ലാവരും അത്ഭുതപ്പെടും. When my God begins to equip you, the whole world will be amazed. പ്രത്യേകിച്ച് മാതാപിതാക്കൾ പോലും അത്ഭുതം കൂറുമാർ, ഇവളെ കുറിച്ച് അഭിമാനം തോന്നുമാർ. എന്റെ ദൈവം ഈ ദിവസങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന ദിവസങ്ങളാണ്. Even your parents will be amazed at the way God uses The you. name of Jesus. യേശുവിന്റെ നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. Bless the child in Jesus. മോളെ ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഇന്ന് രാത്രി യേശു നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ്. കർത്താവേ, അങ്ങനെ ഒരു കൃപ എനിക്ക് തരണേ എന്ന് പറ. യേശുവേ, അങ്ങനെ ഒരു കഴിവ് എനിക്ക് തരണേ എന്ന് പറ. Tell the Lord, give me a grace like that, an ability like that right now. ദൈവം എന്നെ കുറിച്ച് അങ്ങനെ ആശിക്കുന്നെങ്കിൽ ആ കൃപ എനിക്ക് താ ദൈവമേ എന്ന് പറ. Lord, if you desire that, give me that grace. ഓ, നിന്റെ കണ്ണിൽ ഒരു കണ്ണുനീര് വരട്ടെ. Let tears come from ഇന്ന് you. രാത്രി യേശുവിനോട് പറ. Tell the Lord tonight. ഓ ശമനഘടക ശംദൽ കരാജന, ഇന്ന് രാത്രി പൈതലിനെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇവിടെ മേൽ ദൈവശക്തി ഒന്ന് വ്യാപരിച്ചിറങ്ങട്ടെ. ഇവിടെ ഹല്ലേലൂയ ഒതുങ്ങിയിരിക്കാൻ കഴിവുള്ളവളല്ല, അതിനുവേണ്ടിയുള്ളവളല്ല. ലോടിതള സമപ്രായക്കാരായ ചിലരെ യേശുവിനെ കൊണ്ടുവരുവാൻ, നാശത്തിലേക്ക് പോകുന്നവരെ പിടിച്ചുകൊണ്ട് വരുവാൻ ഒരു പ്രത്യേക അഭിഷേകം ഇവിടെ മേൽ വ്യാപരിക്കണം. യേശുവിൻ നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. Hallelujah. നമ്മളെ ദൈവം നിന്നോട് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ? കേട്ടോ? Did you hear what the Lord said? യെസ്, നിശ്ചയമായിട്ടും ദൈവം നിന്നെ The അനുഗ്രഹിക്കും. Lord will use you. ഹല്ലേലൂയ. Hallelujah. രണ്ടുപേരുണ്ടല്ലോ, രണ്ടുപേരിൽ ഒരാളോടെ പറഞ്ഞോളൂ എന്ന് വിചാരിക്കില്ലേ? സ്തോത്രം. ദൈവത്തിന് നിങ്ങളെ രണ്ടുപേരെയും വേണം. സ്തോത്രം. ഈ മോളോട് ദൈവത്തിന് ആത്മാവ് പറഞ്ഞൊരു ദൂത് പ്രത്യേകിച്ചുള്ളതുകൊണ്ട് അവളോട് ഞാൻ പറഞ്ഞതാ. Hallelujah. നിന്നെ ദൈവം തഴഞ്ഞിട്ടില്ല. സ്തോത്രം. യേശുവിന് ഒത്തിരി സ്നേഹമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കലും ആരെയും തഴയല. സ്തോത്രം. കർത്താവ് ആരെയും തള്ളിക്കളഞ്ഞില്ല. ഈ മോളോടുള്ള ദൈവത്തിന്റെ പ്രത്യേക പ്ലാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിടുതൽ നിനക്ക് കാണുന്ന രാത്രിയാണ്. Hallelujah. ഗ്ലോറി ടു ഗോഡ്. Glory to God. ഹല്ലേലൂയ. കർത്താവേ, ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. ഇവൾ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവളാകണം. ഈ ദൈവസഭയിൽ ഈ കുഞ്ഞൊരു അനുഗ്രഹ വിഷയമാകണം. കർത്താവേ, ഒരു ശക്തിയുള്ള ആയുധമായിട്ട് ഇവളെ മാറ്റണം. Yes, Lord. കർത്താവേ, ഇവൾ ലോകത്തിന്റെ പൈതലല്ല, ദൈവത്തിന്റെ പൈതലാ. Amen. ഒരു തരത്തിലും ഇവിടെ മേൽ ദുഷ്ടൻ നോക്കരുത്. Amen. ദുഷ്ടന്റെ ഒരു തരത്തിലുള്ള ഹല്ലേലൂയ യാത്രകൾ ഇവൾ ആ കൂടെ യാത്ര ചെയ്യരുത്. ദൈവത്തിന്റെ അഭിഷേകമല്ലാതെ വേറൊന്നും ഇവളെ നയിക്കരുത്. Hallelujah. ഇന്ന് രാത്രി ഈ മകളുടെ മേൽ ഒരു പ്രത്യേക അഭിഷേകം വ്യാപരിക്കണം. അവളുടെ പഠനത്തിൽ ഉന്നതി പ്രാപിക്കണം. Yes. വിശേഷ ജ്ഞാനം കൊണ്ട് അവളെ നിറയ്ക്കണം. Amen. കർത്താവേ, ഹല്ലേലൂയ, അനേകരെ വിദ്യ അഭ്യസിപ്പിക്കുന്ന, Amen. അനേകരെ പഠിപ്പിക്കുന്ന Amen. ഒരു അധ്യാപക മണ്ഡലത്തിലേക്ക് ദൈവം ഉയർത്തിയെടുക്കണം. യേശുവിന്റെ നാമത്തിൽ Yes. ഹല്ലേലൂയ, ഒരു ലീഡർഷിപ്പിലേക്ക് എന്നെ യേശു കൊണ്ടുവരുവാൻ അങ്ങേക്ക് പദ്ധതി ഉള്ളത് കൊണ്ട് നന്ദി. Yes. യേശുവിന്റെ നാമത്തിൽ ഇവളെ അനുഗ്രഹിക്കുന്നു. ഒരു വിശേഷ അഭിഷേകം നൽകിയാട്ട്. ഓ ശമനകട ഹസ്തനാരക, ഇന്ന് രാത്രി പൈതലിനെ അനുഗ്രഹിക്കുക യേശുവിന്റെ നാമത്തിൽ. Amen. മോക്ക് എന്താകാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ യേശു എന്നോട് പറയുന്നു, നീ വേറെ ആളെ പഠിപ്പിക്കുന്ന ഒരാളാകും. എന്ത് പഠിപ്പിക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് എന്നോട് പറയുന്നു, ഇഷ്ടമുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ അവൾ എന്താ പഠിപ്പിക്കാൻ പോകുന്നത്. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ മറ്റുള്ള ആളുകളെ ടീച്ച് ചെയ്യുന്ന ആളായിട്ട് മാറും, ലീഡർഷിപ്പിലേക്ക് ദൈവം കൊണ്ടുവരുമെന്ന്. Amen. ഇതൊക്കെ അനുഗ്രഹത്തിന്റെ കാര്യമാണ്. ഇവിടെ ഒക്കെ യേശുവിന്റെ സ്നേഹം കുറച്ചാൽ പോയി. യേശുവിന്റെ സ്നേഹം കുറച്ചാൽ ഇതെല്ലാം കേട്ടത് ഇവിടെ ഇരിക്കും. You must keep on loving the Lord so that these things begin to work. യേശുവിന്റെ സ്നേഹമാ വലുത്. സ്തോത്രം. മോൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. Hallelujah. കർത്താവേ, കുഞ്ഞിനെ ഇന്ന് രാത്രി അനുഗ്രഹിക്കണം. Yes, Lord. ഇവിടെ വഴികളെ ദൈവം അറിയുന്നു. Yes. ഏറ്റവും ചെറിയ പ്രായമാണ്. Yes. എങ്കിലും എൻ്റെ കർത്താവേ, ഇവളുടെ നടപ്പ്, ഇവളുടെ കർത്താവേ ഹല്ലേലൂയ ചിന്തകൾ, Yes. ഇവിടെ വിചാരങ്ങൾ ഈ പ്രായത്തെക്കാൾ വലുതാണ്. സ്തോത്രം. സ്തോത്രം. ഇവിടെ ചെറിയ പ്രായത്തെക്കാൾ വലിയ വിചാരങ്ങൾ ഇവിടെ അകത്തുണ്ട്. സ്തോത്രം. 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 എന്നാൽ ഇന്ന് രാത്രി ബുദ്ധിമണ്ഡലത്തെ തുറന്ന് ജ്ഞാനം നൽകി Amen. ഒരു വിശേഷ അഭിഷേകത്തോടെ ഇവിടെ നടത്തുവാൻ ഇന്ന് രാത്രി പേരൻസ് പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ഈ Hallelujah. കുഞ്ഞിനെ ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. Hallelujah. ലോകത്തിന്റെ ഒരു പൈതലാട്ടി ഇവൾ മാറരുത്. ഇല്ല. ഒരു ദൈവ പൈതലാട്ടി ഇവൾ വളരണം. Yes. അതുകൊണ്ട് ഇന്ന് രാത്രി കുഞ്ഞിനെ ഏൽപ്പിച്ച് സ്വതന്ത്രം ചെയ്യാൻ തുടങ്ങിയാട്ട്. ഹല്ലേലൂയ. അസാമാന്യമായ വഴികളിലൂടെ ദൈവം അവളെ കൊണ്ടുപോകും. Yes. അസാമാന്യമായ ചിന്തകൾ അവൾക്കുണ്ട്. നല്ല ജ്ഞാനം അവളുടെ ഉള്ളിൽ ദൈവം പകർന്നിട്ടുണ്ട്. Yes. ഒരു അഭിഷേകത്തിന് നിറവിടുമേൽ പകർന്നാൽ If the വളർച്ചയുടെ Lord ഘട്ടത്തിൽ ഈ പൈതൽ ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷക്തിയായി, ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി എളിമയോടെ താഴ്മയോടെ നിൽക്കുന്ന ഒരു ദൈവപൈതലായി കാണണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. നമ്മളെ ദൈവം നിന്നോട് സംസാരിക്കുന്ന രാത്രിയാണ് കേട്ടോ. Tonight the Lord is speaking to you. നീ ചെറിയ പൈതലാ, You're a small child, പക്ഷെ ഇന്ന് രാത്രി നീ ഗൗരവം കാണിക്കണം. but you must be serious in the things of God. അത് നിശ്ചയമായിട്ടൊരു ഗൗരവം കാണിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് ചിന്ത വരണം.
Your thoughts must come into a serious mode. ഒരുപക്ഷെ പല ചേച്ചിമാരും ചിന്തിക്കാത്ത ചിന്തകളൊക്കെ നിന്റെ മനസ്സിലുണ്ട്. You have thoughts which people older to you don't have. അതിനേക്കാൾ വലിയ വലിയ ചിന്തകളും ആശയങ്ങളും നിന്റെ മനസ്സിൽ വരും. You have a lot of ideas connected to that. പക്ഷേ ഇന്ന് രാത്രി യേശുവിനോട് പറയണം, Tell the Lord Jesus today. യേശുവേ, എന്റെ ചിന്തകൾ മുഴുവൻ ഞാൻ നിനക്ക് തരുന്നു. Oh, I give all my thoughts to you. എന്റെ ചിന്തകൾക്കകത്തേക്ക് ദുഷ്ടൻ ഒരു വിത്തും പാകരുത്. Do not let the enemy sow a single seed into my thoughts. ഞാൻ എളിമയോടും താഴ്മയോടും കൂടെ കർത്താവിനെ സേവിക്കാൻ ഇഷ്ടപ്പെടും. I desire to serve the Lord in humility. ദൈവം നിന്റെ എളിമ ലോകത്തിന് മുമ്പിൽ കാണിക്കണമെന്ന് എന്നോട് പറയുന്നു. The Lord says, show your humility in front of the world. ലോകത്തിൽ എത്ര കാലം ജീവിക്കാൻ അവസരം കിട്ടിയാലും എളിമയുള്ള താഴ്മയുള്ള ഒരു ദൈവ പൈതലായിട്ട് നീ ദൈവത്തെ പ്രസിദ്ധമാക്കുവാൻ ഇഷ്ടപ്പെടണം. You must love to serve the Lord, manifest His glory in humility. നിന്റെ എളിമ നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. It is your humility that's going to lift you up. താഴ്മ നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. It is your lowliness of mind that will lift you up. അതിനെ വഴിതിരിക്കാൻ ദുഷ്ടനെ അനുവദിക്കരുത്. Do not let the enemy make you proud. യേശുവിന്റെ നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. Yes. ഇവിടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ഒരിക്കൽ പോലും ദുഷ്ടൻ ഇവിടെ ആധിപത്യം പുലർത്തരുത്. ഇവിടെ ചിന്താ മണ്ഡലത്തെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അനുഗ്രഹിക്കുക. കർത്താവേ, ഇന്ന് രാത്രി പൈതലിന് മേൽ അവിടുത്തെ കരമുള്ളതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ ഇവളെ ഉയർത്തുവാൻ ഇവിടെ എളിമ ഉപയോഗിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കൃപയുടെ വ്യാപാരം വെളിപ്പെടട്ടെ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി യേശു അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മോൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. ദൈവകൃപയുടെ വ്യാപാരത്താൽ ഇവളെ നിറയ്ക്കണമേ. കർത്താവേ, ഇവിടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കൃപ കൊടുക്കണമേ. കർത്താവെ, ചില സന്ദർഭങ്ങളിലെങ്കിലും കൂടെ ഒന്നിടവിട്ട് ചിലപ്പോൾ അസ്വസ്ഥമാക്കുന്ന ശരീരപ്രകൃതി, ചിലപ്പോൾ ചില രോഗങ്ങൾ, ചില കൂടെയുള്ള അസ്വസ്ഥതകൾ ഇവളെ ബാധിക്കപ്പെടുന്ന പോലെ തോന്നുന്ന സന്ദർഭങ്ങൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒന്നിടവിട്ട് ചിലപ്പോൾ അവിടെ ശരീരത്തെ ബാധിക്കപ്പെടുന്ന പോലെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഇന്ന് രാത്രി അവിടെ ശരീരത്തെ ബാധിക്കുന്ന ദുഷ്ടപിശാചിന്റെ കോട്ടയെ ഇന്ന് രാത്രി എതിർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശരീരത്തിന്മേൽ ദുഷ്ടന് അവകാശമില്ല. ഈ രാത്രി പൈതലിനെ അനുഗ്രഹിക്കുക. അവിടെ ശരീരത്തിന്മേൽ ദുഷ്ടന്റെ കെട്ടുകളെ ഇന്ന് രാത്രി അഴിക്കുകയാണ്. ഇവിടെ വളർച്ചയുടെ ഘട്ടത്തെ കണ്ട അസൂയ പോളുന്ന പൈശാചിക മണ്ഡലത്തെ ഇന്ന് രാത്രി ശാസിക്കുന്നു. ഒരു ദൈവവിധലായി അനുഗ്രഹിക്കപ്പെട്ടവളായി തീരട്ടെ. കർത്താവ് ജ്ഞാനം നൽകിയാട്ടെ, നല്ല വിദ്യാഭ്യാസം നൽകിയാട്ടെ, ഉയർന്ന അനുഭവങ്ങൾ കൊടുത്താട്ടെ, കുടുംബത്തിൽ മാതൃകയായി ജീവിപ്പാൻ കൃപ കൊടുത്താട്ടെ. ഒരു അഭിഷേകം ഇവിടെ മേൽ വ്യാപരിച്ചേ പറ്റൂ. കർത്താവ് ഇന്ന് രാത്രി പൈതലിന് മേൽ ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിപ്പാൻ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇവിടെ പേരൻസ് ഉണ്ടോ? ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകം പറഞ്ഞ് യേശുവിന്റെ നാമത്തിലെ കർത്താവ് ഇന്ന് രാത്രി കൊച്ചുകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. ശാരീരികമായി ഇന്ന് പ്രയാസത്തിലായിരുന്നു പൈതലെങ്കിലും കർത്താവിനെ ഒരു കൃപയോടെ വളർത്താൻ വേണ്ടി ഞാൻ കുഞ്ഞുങ്ങളെ 3 പേർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചെങ്കിലും ഒന്നുകൂടി ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോഴവന് അല്പം കുസൃതിയുള്ള ഒരാളെ പോലെ നമുക്ക് തോന്നും. പക്ഷേ എൻ്റെ യേശുതമ്പുരാൻ ഇവനെ മാനിക്കാനുള്ള സമയങ്ങൾ അനധിവിദൂരമല്ല. ഇവനാണോ ഈ ചർച്ചിൽ ഇങ്ങനെ ഓടി നടന്നതെന്ന് നമുക്ക് തോന്നുമാറ് ദൈവം അവനെ മാറ്റിയെടുക്കും. ഒരു വിശേഷ അഭിഷേകം എൻ്റെ മേൽ വ്യാപരിക്കും. പൈതലിനെ സൗഖ്യമാക്കുവാൻ, കർത്താവ് ബലപ്പെടുത്തുവാൻ, ഇപ്പോഴവൻ്റെ ശരീരത്തെ ബാധിക്കുന്ന രോഗക്കെട്ടുകളെ അഴിച്ചു മാറ്റാൻ കർത്താവെ ഇവനെ സൗഖ്യമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ പൈതലിനെ വിടുവിക്കുക. ഇന്ന് രാത്രി യേശുവിനെ തൊടുന്നതിനായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ ഈ പൈതൽ ദൈവത്തിന്റെ ആയുധമാകട്ടെ. ദൈവത്തിന്റെ ആയുധമായിട്ട് വന്മാരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പൈതൽ ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലായിട്ട് മാറണം. കർത്താവേ, അവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനാകണം. കർത്താവിന്റെ വളർച്ചയുടെ ഏറ്റവും നല്ലൊരു പ്രായം. കർത്താവേ, അവനെ ലോകത്തിന്റെ വഴികളൊക്കെ അവനെ ആകർഷിക്കാൻ പറ്റിയ ഒരു സമയം. എന്നാൽ ഇന്ന് രാത്രി യേശുവിനെ നോക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. യേശുവിനെ നോക്കുന്നതുകൊണ്ട് നന്ദി പറയുക. ഇവൻ യേശുവിന് കൊള്ളാവുന്നവനാകട്ടെ. ഇവനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്ന നിലയിൽ കർത്താവ് ഇവനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞ് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യത്തക്ക നിലയിൽ ഈ പൈതലിനെ ദൈവം ആയുധമാക്കണം. ഇന്ന് രാത്രി മകനെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മകൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനാകണം. അവന്റെ ബുദ്ധിമണ്ഡലത്തിൽ പഠനത്തോടുള്ള ബന്ധത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകരുത്. ഇന്ന് രാത്രി അതിന് ഞങ്ങൾ അഴിക്കുക. ബുദ്ധിമണ്ഡലത്തോട് വാടിക്കുന്ന പൈശാചിക പോരിനെ ഇന്ന് രാത്രി ഞങ്ങൾ ശാസിക്കുന്നു. അവന്റെ പഠനത്തെ ബ്ലോക്ക് ചെയ്യരുത്.
ദുഷ്ടനോട് ഞങ്ങൾ അമർച്ചയായി കൽപ്പിക്കുന്നു, ഇവനെ മേൽ തുടരുത്. ഇന്ന് രാത്രി ഇവനെ ഞങ്ങൾ സ്വതന്ത്രമാക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. അവൻ്റെ ബുദ്ധിമണ്ഡലത്തെ തുറന്ന് വിദ്യാഭ്യാസത്തിൽ ജ്ഞാനം നൽകി അനുഗ്രഹിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് ഇവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. ഒരു പൗരോഹിത്യ ശുശ്രൂഷ പോലെ ഒരു ശക്തിയേറിയ ശുശ്രൂഷയും അവൻ്റെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ദൈവനെ ഉപയോഗിക്കാൻ പോകുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേ അനുഗ്രഹിക്കുക. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഈ പൈതലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ വ്യാപാരത്താൽ ഇവനെ നിറയ്ക്കണം കർത്താവേ. ഈ ലോകത്തിന്റെ വഴിയിൽ അവൻ നഷ്ടപ്പെടരുത്. ആരെങ്കിലും അവരെ കഥ വശീകരിക്കുന്ന മണ്ഡലങ്ങൾ വരുമ്പോൾ അവിടുന്ന് എല്ലാം ഇറങ്ങി ഓടാൻ ഒരു കൃപ കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. ആമേൻ. പഠനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം അത് വായിച്ച് പഠിക്കണം. ജെയിംസ് ചാപ്റ്റർ 1:5 വായിച്ചിട്ട് പഠിക്കാൻ തുടങ്ങണം. ദൈവം ഈ ബുദ്ധിമണ്ഡലത്തോട് പ്രവർത്തിക്കും. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവേ, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൈതലിന് മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഒരു അഭിഷേകത്തിന് മേൽ വ്യാപരിപ്പാൻ പ്രാർത്ഥിക്കുക. ഈ കുഞ്ഞ് ദൈവകൃപയുള്ളവനായി വളരട്ടെ കർത്താവേ. ഹല്ലേലൂയ. ജനനത്തിൽ തന്നെ ഹല്ലേലൂയ കർത്താവ് മോശ ദിവ്യ സുന്ദരനായിരുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ഈ പൈതലിന് മേൽ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു അഭിഷേകമുണ്ടല്ലോ കർത്താവ്. ജനത്തെ നയിക്കാനുള്ള ഒരു അഭിഷേകം ഇവൻ്റെ മേൽ വ്യാപരിക്കണമേ കർത്താവേ. ഒരു ലീഡർഷിപ്പിലേക്ക് ഇവനെ കൊണ്ടുവരണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അല്ലെ യൗവനക്കാരുടെ നടുവിൽ, കുഞ്ഞുങ്ങളുടെ നടുവിൽ ഇവനൊരു ലീഡറായിട്ട് മാറുന്നത് ആത്മാവ് കാണിക്കുന്നത് പോലെ തന്നെ ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവന് ലോകം അവകാശം പറയരുത്, ഇവന് ദുഷ്ടൻ അവകാശം പറയരുത്. ഇവൻ ലീഡറായിട്ട് മാറുന്ന സമയങ്ങൾ അനവധി ദൂരങ്ങളല്ലല്ലോ. അവൻ്റെ ബാല്യത്തിൽ തന്നെ കഴിവുകൾ തെളിയിക്കട്ടെ. അതിനുള്ള വഴികൾ അവൻ ഒരുങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ പൈതലെ അനുഗ്രഹിക്കുന്നു കർത്താവേ. ശരീരത്തോടെ ദുഷ്ടൻ ബാധിക്കരുത്. ഇന്ന് രാത്രി ഈ പൈതലെ അനുഗ്രഹിക്കുന്നു. ഓരോ രോഗക്കെട്ടുകളും ഒരു അസ്വസ്ഥതകളും അവരെ ബാധിച്ച് തളർത്തുവാൻ അനുവദിക്കില്ലേ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ട കുഞ്ഞിനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് കയ്യേറ്റതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി ഈ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവൻ്റെ മേൽ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക അഭിഷേകം ഈ കുഞ്ഞിന് മേൽ നൽകണമേ കർത്താവേ. ഈ കുഞ്ഞുങ്ങളൊന്നും ദൈവസഭയ്ക്ക് ദോഷമല്ല, ഇവരെല്ലാം അനുഗ്രഹമാണ്. ഇവരെല്ലാം വഴിതിരിക്കുവാൻ ദുഷ്ടൻ കൊണ്ടുവരുന്ന കെണികളുണ്ട്. കുടുംബത്തിൻ്റെ ഉള്ളറയിൽ പോലും പൈശാചിക മണ്ഡലങ്ങൾ തലയുയർത്തുന്ന സാഹചര്യങ്ങൾ ഇന്ന് രാത്രി പൈതലെ അനുഗ്രഹിക്കുന്നു. ഘടക ശന്തൽ കവിടമ ഊറമല ഘടക ശന്തൽ കവിടമ രഗനാജാല രഗനാജാല റിക്കാമന രഗതനി ജാല. അവൻ്റെ കുടുംബ അന്തരീക്ഷത്തെ ഏൽപ്പിക്കുന്നു. അവൻ്റെ പിതൃമണ്ഡലത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ അവൻ്റെ പിതൃമണ്ഡലത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. ഉടമന ഘടക ശന്തൽ കവിടമ രഗന ഉടമല ഘട രഗന ജാല റിക്കാമന. ഇന്ന് രാത്രി ഒരു മടങ്ങി വരവിന്റെ രാത്രിയാ. ആത്മാവ് ഇന്ന് രാത്രി ശക്തിയോടെ പറയുന്നു, പിതൃമണ്ഡലത്തിൽ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം അഭിഷേകം അവിടെ വെളിപ്പെട്ടെങ്കിൽ അത് കുടുംബത്തിന്റെ അന്തരീക്ഷത്തിന് തന്നെ ഒരു മാറ്റമുണ്ടാകുമെന്ന് ആത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുകയാ. ദിവസങ്ങളിൽ ആ കുടുംബത്തിനുടറിയിൽ പ്രാർത്ഥനയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങണം. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, പിതൃമണ്ഡലത്തിൽ ശക്തിയോടെ പ്രാർത്ഥന ഉയരേണ്ടതുണ്ട്. പിതൃമണ്ഡലത്തിൽ ഒരു ആത്മാവിന്റെ ഒരുക്കത്തോടുകൂടെ അഭിഷേകത്തിന് നിറവോട് ഇറങ്ങേണ്ടതുണ്ട്. ആ പിതൃമണ്ഡലത്തിൽ പൈശാചിക ശക്തിയോടെ വാദിക്കുന്നത് ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കണം, നല്ല ഭാവിയുള്ളവനാക്കി തീർക്കണം. അവൻ്റെ ജീവിതത്തിന്റെ വഴിത്താരകളിൽ യേശുള്ളവനായി ഇവനെ കർത്താവെ അനുഗ്രഹിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ബാല്യം മുതൽ കർത്താവെ കുടുംബത്തിൻ്റെ ഉള്ളറയിൽ പോലും ചില ദുഃഖങ്ങളുടെ മണ്ഡലങ്ങളുണ്ടായ സന്ദർഭങ്ങൾ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി ദുഃഖം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ പൈതലെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. അവൻ്റെ ഉള്ളത്തിൽ അവൻ ബാല്യം മുതലേ ഹൃദയ പൈതലായി അനുഗ്രഹിക്കപ്പെട്ടവനായി ലോകത്തിന് ഹല്ലേലൂയ ദൈവത്തെ പ്രസിദ്ധീകരിക്കുന്നവനായി ഇവൻ മാറേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. കർത്താവ് കയ്യേറ്റതിനായി നന്ദി. ദൈവമേ, മോൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അവളെ അനുഗ്രഹിക്കുന്നു. ഈ പൈതൽ ദൈവകൃപയോടെ വരട്ടെ. യേശു പൈതങ്ങളെ അടുക്കൽ വിളിച്ച് അനുഗ്രഹിച്ചതുപോലെ ഇന്ന് രാത്രി ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾക്ക് ലോകത്തിൽ കർത്താവ് മാതൃകയായി കാണിച്ചു തന്നത് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിനവരെ തടയരുന്ന് പറഞ്ഞതുപോലെ ഈ കുഞ്ഞിൻ്റെ ഹൃദയം കർത്താവ് അറിയുന്നു. ഇവൾ ബാല്യപ്രായമാണ്, ഇവൾക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഇവൾ യേശുവിന് അനുഗ്രഹമുള്ളവളാണെന്ന് കർത്താവ് അറിയത്തക്ക വിധം വളരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ കരം അവിടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ പൈതലായിട്ട് ഇവളെ വളർത്തിയെടുക്കേണ്ടതിന് വേണ്ടി ഈ മകളെ കർത്താവെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ.
ഇന്ന് രാത്രി കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവവൈദ്യരായി തീരട്ടെ, ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവളായി മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ശരീരത്തിൽ ബാധിക്കുന്ന രോഗക്കെട്ടുകൾ, അസ്വസ്ഥതകൾ ഇന്ന് രാത്രി അഴിച്ചു മാറ്റുകയാണ്. യേശുവിൻ്റെ സൗഖ്യം ഇടവിൽ വ്യാപരിക്കുന്നതിനായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് കണ്ണു തുറന്ന എല്ലാവരും ഒന്ന് നോക്കിക്കേ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ആരെയും ഒരു ദോഷകരമായി ഒന്നും പറഞ്ഞില്ല. I did not say anything harmful to any of you. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ദൂത് മാത്രമേ ദൈവം തന്നുള്ളൂ. I have given you words of message only for your good. നിങ്ങൾ ഇന്ന് രാത്രി ഒറ്റക്കെട്ടായി ദൈവത്തിന് വേണ്ടി നിൽക്കണം. Stand in one accord in unity for the Lord. ഈ പുറകെ നിൽക്കുന്ന ഇത്രയും പേരും ഈ ആരാധനയ്ക്കകത്തില്ലെങ്കിലും നിങ്ങൾ കർത്താവിനെ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ഈ സഭയുടെ ശക്തി വളരെ വലുതായിരിക്കും. If you children begin to worship the Lord, the church will become stronger. പിശാചിന് ഏറ്റവും അധികം ആയുധമാക്കാൻ കൊള്ളാവുന്നവര് ഈ നിൽക്കുന്ന പ്രായമുള്ളവരല്ല. It's not the old people the devil can influence. പിശാച് എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് യൗവനക്കാരെ ആയിരിക്കും. The young people, you are always under the attack of the അതുകൊണ്ട് തന്നെ പിശാച് യൗവനക്കാരെ ഓരോ സ്ഥലങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കും. So the devil will try to pull you this way and that way. പ്രായമുള്ളവർ പ്രാർത്ഥന വയസ്സാകും തോറും പ്രാർത്ഥനയിലേക്ക് അങ്ങ് നീങ്ങും. The older people will get into prayer as they grow older. എന്നാൽ ഇന്ന് രാത്രി യേശുവിന് നിങ്ങളെ വേണം. But tonight, please know the Lord needs you. ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറ, Lift your യേശുവേ, hands and say, ഞാൻ നിനക്ക് വേണ്ടി നിന്നോളാം. Lord, I'll stand for you. ഞാൻ നിനക്ക് വേണ്ടി നിന്നോളാം. I'll stand for you. കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ നിന്നോളാം. I'll stand for you. ഇന്ന് രാത്രി നിങ്ങളെല്ലാം ഉടമ്പടി എടുത്തൊരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. Take a covenant before the Lord and pray. എല്ലാവരും കണ്ണുകളെ അടച്ചിട്ട് കൈ ഉയർത്തിപ്പിടിച്ചിട്ട് യേശുവിനോട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വാഗൊണ്ട് പറഞ്ഞാട്ടെ, ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും. Close your eyes, lift your hands up. യേശുവേ, എന്റെ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു. Say, Lord, I give you my life. ഇതുവരെ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രി പറയണം, യേശുവേ, എന്റെ ജീവിതം നിനക്കായി ഞാൻ തരുന്നു. Tonight my life is for you, tell the Lord. എന്റെ ജീവിതത്തിൽ ദുഷ്ടന് യാതൊരു അവകാശം ഞാൻ കൊടുക്കത്തില്ല. I will not give the devil any right. പിശാചിന് അവകാശം ഞാൻ കൊടുക്കത്തില്ല. I will not give any right to the ഇന്ന് രാത്രി devil. യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. I will live for Jesus. എന്റെ മാതാപിതാക്കളെയും കൂട്ടുകാരെയും മുമ്പിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. I will live for Jesus. സഭയിൽ ഞാൻ ദൈവത്തിന്റെ ആയുധമായിട്ട് മാറും. My body will become a weapon for the Lord. യേശുവേ, ഇന്ന് രാത്രി കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ മേൽ കർത്താവിന്റെ കൃപ വ്യാപരിക്കണം. ഇന്ന് രാത്രി അവർ പ്രാർത്ഥിച്ചതും ഇവിടെ വന്നതും വെറുതെ ആയില്ല. ഈ കർത്താവെ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റനേകം പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി ഒരുമിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു. അവരെല്ലാം എടുത്ത തീരുമാനത്തിനായിട്ട് സ്തോത്രം. ഇതിന്റെ റിസൾട്ട് കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് കോളുകളായി ഞങ്ങളുടെ കാതുകളിൽ എത്തണം. അതിന്റെ മറുപടി ഞങ്ങളുടെ കാതുകളിൽ കേൾക്കണം. ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ സമയമെടുക്കണം. ഇന്ന് രാത്രി നിങ്ങൾക്ക് അതിനോട് സമയം തരുന്നില്ല. പക്ഷേ നിങ്ങൾ എല്ലാവരും കർത്താവിനെ ആരാധിക്കാനുള്ള സമയം വരുമ്പോൾ മുൻപോട്ട് കയറി വന്ന് നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുമെങ്കിൽ പാസ്റ്റർ അതിന് അവസരം തരും. അതിന് ഫ്രീഡം ഈ സഭയ്ക്കകത്തുണ്ടെന്നാണ് എൻ്റെ വിചാരം. നിശ്ചയമായിട്ട് നിങ്ങൾ വന്നിരുന്ന് ആരാധിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പോയിരുന്നാട്ടെ. സ്തോത്രം. നമ്മൾ രണ്ട് കൂട്ടം ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ചില പ്രത്യേക കാരണങ്ങളാൽ കുഞ്ഞുങ്ങൾക്ക് വരാൻ സാധിക്കാത്ത മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് നിൽക്കണം. എനിക്ക് അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും എന്നുള്ള അതേ രീതിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നോ പ്രത്യേക സാഹചര്യത്താൽ ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾക്കിവിടെ വരാൻ സാധിക്കാത്ത മാതാപിതാക്കളോടുണ്ട്. സാഹചര്യം ഒന്നും കർത്താവിന് വിഷയമല്ല. ആ നെറ്റിൽ അതുപോലെ ഒരു കാര്യം കൂടെ, ഈ സഭയിലുള്ള ദൈവദാസന്മാരുടെ സമ്മതത്തോടു കൂടി ഞാനൊരു കാര്യം ഡിക്ലെയർ. ഈ കൂട്ടായ്മയിൽ നിന്നും പിശാച് തെറ്റിച്ചുകൊണ്ട് പോയ നമ്മുടെ സഹോദരന്മാർ ഒത്തിരി പേരുണ്ട് ഈ ദേശത്തുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കർത്താവ് ഓർപ്പിക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. സത്യമാണല്ലോ. ആ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാൻ നമുക്ക് പാടില്ല. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഓർത്ത് അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കും. ഈ ദേശത്തുള്ള ദൈവദാസന്മാരുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി കത്താനദാസൻ പ്രത്യേകം പ്രാർത്ഥിക്കും. പിന്നെ ഇവിടെയുള്ള എല്ലാ പെന്തക്കോസ്ത് സഭകളിലും ഉള്ള മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഒരൊറ്റ കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ സഭയിലുണ്ടോ ഇല്ലോ എന്നുള്ള എനിക്ക് വിഷയമല്ല. അവർ ദൈവരാജ്യത്തിൽ കാണണം. അതിന്റെ ഉത്തരവാദിത്വം ഈ സഭയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ദൈവത്തെ. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന അമ്മ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന അപ്പച്ചൻ, അല്ലെങ്കിൽ പിതാവ്, മാതാവ് എല്ലാവരും ഉണ്ട്. നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി. ഇവിടെ വന്നിട്ടില്ലാതെ അവിടെ ഇവിടങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ പലപ്പോഴും അവരെ തൊടുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്
അവർക്ക് മുറിവേൽപ്പിക്കാനല്ല, അവർക്ക് സങ്കടം വരാനല്ല, അല്ല. അവർ കർത്താവിൻ്റെ ആ തലോടൽ അനുഭവിക്കാൻ. Yes. ഇന്ന് രാത്രി ദൈവത്തോട് പറ, ആ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്ക്. അതേ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്ക്. ഒരു പിഞ്ച് പൈതലിനെ കൊടുക്കുന്ന പോലെ എത്ര പ്രായമായ മകനാണെങ്കിലും യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തേ. എന്നിട്ട് പറ, കർത്താവേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ അങ്ങയുടെ കയ്യിൽ തരികയാണ്. ഞാൻ പ്രസവിച്ച് വളർത്തിയ എന്നിൽ ജനിക്കപ്പെട്ട എൻ്റെ കുഞ്ഞിനെ ഞാനിത് അങ്ങയുടെ കയ്യിൽ തരുന്നു. ഇന്ന് ഇവിടെ വന്നിട്ടില്ല, സാഹചര്യങ്ങൾ പലതുണ്ട്, എങ്കിലും കർത്താവെ ആ കുഞ്ഞിനെ കർത്താവിൻ്റെ കയ്യിൽ തരുന്നെന്ന് പറ. അതുപോലെ തന്നെ ഈ ദേശത്ത് നിങ്ങൾക്കറിയാവുന്ന യൗവനക്കാരെ ഏൽപ്പിച്ചു കൊടുക്കുക. Yes. അതെ, ദൈവത്തെ വേണ്ടാതെ സഞ്ചരിക്കുന്ന ആളുകൾ പോലുമുണ്ട്, അവരെ കർത്താവിൻ്റെ കയ്യിൽ ഇന്ന് രാത്രി കൊടുക്കുക. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ ഇന്ന് രാത്രി നമുക്ക് ആ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എൻ്റെ യേശു യൗവന രക്തമാണ് ലോകത്തിന്റെ ജനതയ്ക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തതെങ്കിൽ ആ യൗവനക്കാരെ യേശുവിനെ കിട്ടാൻ വേണ്ടി യേശു ഇന്ന് രാത്രി ആഗ്രഹിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. യേശു തമ്പുരാനെ, ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തിൽ കർത്താവേ, ഹല്ലേലൂയ, ഈ രാജ്യത്ത് പല സ്ഥലങ്ങളിലായി കർത്താവേ ദൈവത്തിന്റെ മക്കൾ വചനമറിയാതെ കർത്താവേ യൗവനക്കാര് തെറ്റി യാത്ര അവരെയും ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഒരു മടങ്ങി വരവിന്റെ ദിവസങ്ങളാക്കണമേ. യൗവനക്കാർ കരയുന്ന ദിവസങ്ങളാക്കണമേ. ചൈനയിൽ അങ്ങനെ തുടങ്ങിയല്ലോ കർത്താവേ. ഹല്ലേലൂയ. പല രാജ്യങ്ങളിൽ യൗവനക്കാർ മടങ്ങി വരാൻ തുടങ്ങിയല്ലോ. ഇന്ന് രാത്രി ഞങ്ങളുടെ യൗവനക്കാർ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ മടക്കി കൊണ്ടുവരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളുടെ പിടിയിൽ കിട്ടാതെ കർത്താവെ വഴുതി സഞ്ചരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ ഇന്ന് രാത്രി യേശു സന്ദർശിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു കണ്ണുനീരോടെ മടങ്ങി വന്ന് ആലയത്തിൽ വന്ന് മുട്ടുകുത്തി മാപ്പപേക്ഷിക്കുന്നവരെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനിടയാക്കണം. അതിനായി ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലവണക്കിയിരിക്കുന്ന മാതാപിതാക്കളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ യേശു, ഇവിടെ കണ്ണുനീരിന്റെ ആ ശക്തി വലുതാണല്ലോ. അവരൊരു തുള്ളി കണ്ണുനീർ താഴെ വീണാൽ, ഒരു തുള്ളി കണ്ണുനീർ അവർ കണ്ണ് നനഞ്ഞാൽ അതായത് അതിന് വിലയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, കണ്ണുനീരുമ്പിൽ മാറിപ്പോകാത്തൊരു യേശുവാണ് ഞങ്ങൾക്ക് വേണ്ടി ഉള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി അപ്പച്ച അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഒരു തുള്ളി കണ്ണുനീര് താഴെ വീഴുമ്പോൾ അത് 1000 മടങ്ങ് പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ്. ഇന്ന് രാത്രി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീഴിച്ച കണ്ണുനീര് ഒരു മറുപടിയായിട്ട് എഴുന്നേൽക്കണം. ദൈവം പറഞ്ഞതുപോലെ, കർത്താവേ, എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീർ ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു എന്ന് വായിക്കുന്നത് പോലെ ഇന്ന് രാത്രി എൻ്റെ യേശുവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം ചില കുടുംബങ്ങളിൽ ചില കുഞ്ഞുങ്ങൾ മടങ്ങി വരുന്നു എന്ന വാർത്ത ഞങ്ങളുടെ കാതുകളിൽ കേൾക്കണം. കർത്താവ്, ഇന്ന് രാത്രി അതിനുള്ള രാത്രിയാക്കണമേ കർത്താവേ. അങ്ങനെയുള്ള ചലനങ്ങൾ ദൈവാത്മാവ് ആരംഭിച്ചതിനായിട്ട് നന്ദി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങുന്നതിനായിട്ട് സ്തോത്രം. ചില കുടുംബങ്ങളിലേക്ക് ഓടി ഇറങ്ങുന്നതിനായിട്ട് സ്തോത്രം. ചില കുഞ്ഞുങ്ങൾ സഞ്ചരിക്കുന്ന കാറിനകത്തേക്ക് ദൈവാത്മാവ് ഇറങ്ങുന്നതിനായിട്ട് സ്തോത്രം. അവരിക്കുന്ന ഹോട്ടലിൽ യേശു ഇറങ്ങുന്നതിനായി സ്തോത്രം. അവർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ യേശു ഇറങ്ങുന്നതിനായി നന്ദി. ദൈവാത്മാവ് ഇന്ന് രാത്രി വരുന്നിറങ്ങട്ടെ. ചിലരെ യേശു സന്ദർശിക്കുന്ന ദിവസങ്ങൾ അടുത്തല്ലോ. ഞങ്ങളെ വിശ്വാസത്തോടെ കാണുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ വന്നവരും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നവരും ദൂരെ ഇരുന്ന് കേൾക്കുന്നവരും ഒരുമിച്ച് പങ്കെടുക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കണം. ഒരമ്മയുടെയും കണ്ണുനീർ, ഒരു പിതാവിൻ്റെയും കണ്ണുനീർ വെറുതെയാകയില്ല. ഇന്ന് രാത്രി ദൈവപ്രവൃത്തിയുടെ രാത്രിയാക്കണം. സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. വിശ്വാസത്തോടെ കർത്താവിനെ ഉറക്കെന്ന് സ്തുതിച്ചേ. എല്ലാവരും കർത്താവിനെ ഉറക്കെ സ്തുതിച്ചേ. ആമേൻ. കുറച്ച് മിനിറ്റ് ദൈവമക്കളെ, നിങ്ങളുടെ സമ്മതത്തോടെ ഒരു 10 മിനിറ്റോടെ ഉള്ളൂ. 10 മിനിറ്റോടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന് തുടരുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇന്ന് രാത്രി നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിൽ പറയാനുള്ള പ്രത്യേകമൊരു ദൂത്, അത് പകൽ ഞാൻ സംസാരിച്ചതിന്റെ തുടർച്ചയാണ്. ദൈവത്തിന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ദൈവത്തിന്റെ ദൂത് ഒരിക്കലും നിന്നു പോകത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകുന്ന പോലെ തന്നെ നമ്മളെല്ലാവരെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്. വെറുതെയല്ല നമ്മൾ ഇവിടെ കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്നത്. വെറുതെയല്ല നമ്മൾ ദുബായിൽ നിന്ന് കൊണ്ടുവന്നത്. God did not bring us from Dubai or Kuwait simply. വെറുതെയല്ല നമ്മളെ ഒരു രാജ്യത്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. God did not relocate us for some reason. നമ്മളെല്ലാം വിചാരിച്ചു അതിങ്ങനെ വരാനുള്ള സാഹചര്യം ഉണ്ടായി വന്നതാണ്. We think we simply came.
എന്നാൽ ദൈവത്തിന് പ്ലാൻ ഉള്ളപ്പോൾ ഏത് സ്ഥലത്ത് ദൈവം കൊണ്ടുവന്നാലും അവിടെ ദൈവത്തിന് ഉപയോഗിക്കാൻ ദൈവത്തിന് പ്ലാൻ. Wherever the Lord has brought you, God has a plan to use you. ഹല്ലേലൂയ. Hallelujah. ഞാനൊരു നാട്ടിൽ വന്നത് എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. If I come to a place, God has a plan for me. അമേരിക്കയിൽ 20 വർഷം മുമ്പ് കോൺസുലേറ്റിൽ കയറി നിറങ്ങിയ ആളാണ് ഞാൻ. I have been to the American consulate 20 years ago. എന്ന് പറഞ്ഞ 10-20 വർഷങ്ങൾക്ക് മുമ്പ് പാസ്പോർട്ട് എടുത്ത് അമേരിക്കയിൽ വരാൻ പാസ്പോർട്ട് എടുത്ത ആളാണ്. 20 years ago, I took a passport to come to the US. ഞാൻ വന്നില്ല. I didn't come. ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. God had a plan. ഇപ്പൊ ഞാൻ വന്നെങ്കിൽ അതിനൊരു പ്ലാൻ If I have ദൈവത്തിനുണ്ട്. come, God has a plan. ഹല്ലേലൂയ. ഞാൻ അമേരിക്കയിൽ വന്നത് ഒരു അത്ഭുതമൊന്നുമല്ല. It is not a miracle I came to America. നിങ്ങൾ ആരും വന്നത് ഒരു It is not അത്ഭുതമൊന്നുമല്ല. a miracle that you came. ലോകത്തിൽ ആരും പോകുന്ന ഒരു അത്ഭുതമല്ല. Anybody coming here or there is ഒത്തിരി not a problem. ദുഷ്ടന്മാർ യാത്ര ചെയ്യുന്നുണ്ട്. Many evil people travel. ഒരുപാട് ബിസിനസ്സുകാർ പോകുന്നുണ്ട്. Many business people ദൈവത്തിന് travel. ഒരിക്കലും കൊള്ളാത്ത ആളുകൾ പോകുന്നുണ്ട്. Useless people for God പക്ഷേ travel. ഒരു കാര്യം ഞാൻ പറയാ, എന്നെയും നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വേറെ ഒരു പ്ലാൻ. God has another plan for each ഹല്ലേലൂയ. one of us. നമ്മളെയൊക്കെ ദൈവം കൊണ്ടുവരുന്നതിൽ ദൈവിക പ്ലാനിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുത്താൽ മതി. Give ourselves to the plan of God when God brings us. ഹല്ലേലൂയ. ലോകത്തിൽ എല്ലാരും പോകുന്ന പോലെ ഞാൻ പോകുന്നെന്ന് പറയരുത്. Don't say I am going just like anybody else. എന്റെ വല്യപ്പച്ചൻ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റിയെന്ന് പറയരുത്. Don't say I came here because my grandfather was here. ദൈവം അനുവദിച്ചുകൊണ്ടാ വന്നത്. My God brought me to this place. ഹല്ലേലൂയ. അങ്ങനെ Hallelujah. ഇവിടെ വന്നെങ്കിൽ ഇനി നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ ദൈവത്തിന് പ്ലാൻ God ഇല്ല. doesn't want us to be lost in the ഈ United രാജ്യത്തെ States. രക്ഷിക്കാനായിരിക്കും നിങ്ങളെ God has കൊണ്ടുവന്നത്. brought you to save the land. ഒരു മേയർ രക്ഷിക്കാനായിരിക്കും കൊണ്ടുവന്നത്. To save many people, God has brought you. ഒരു ഗവർണർ രക്ഷിക്കാനായിരിക്കും To കൊണ്ടുവന്നത്. save a governor, the Lord has ഒരു brought you. സെനറ്റർ രക്ഷിക്കാനായിരിക്കും To save a കൊണ്ടുവന്നത്. senator, the Lord ഒരു has പക്ഷേ brought you. ദൈവത്തിന്റെ ആലോചന ദേശത്തോട് അറിയിക്കാനായിരിക്കും Maybe to കൊണ്ടുവന്നത്. tell the gospel to the nation, God നമുക്ക് has brought അറിഞ്ഞുകൂടെ you. പ്രിയപ്പെട്ടവരെ, There is a reason, people. ദൈവത്തിന് God. ഒരുപാട് പ്ലാൻ ഉണ്ട്. God has many plans. അലഞ്ഞു തിരിയുന്നവരെ ചിലപ്പോൾ രക്ഷിക്കാൻ നമ്മൾ ഈ രാജ്യത്ത് God കൊണ്ടുവന്നിരിക്കും. has brought us to bring wanderers back to the അത് kingdom. തകർച്ചയിലേക്ക് പോകുന്നവരെ രക്ഷിക്കാൻ ദൈവം നമ്മളെ ഇവിടെ God has കൊണ്ടുവന്നിരിക്കും. brought us to bring people from destruction. ഹല്ലേലൂയ. ദൈവാത്മാവ് ഒരു ദിവസം ഞാൻ ദുബായിൽ ചെന്നപ്പോ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, One day when I went to Dubai, the Lord said, ഒരു ആൾ ആത്മഹത്യക്ക് വേണ്ടി തുനിഞ്ഞിരിക്കുകയാണ്, അയാളുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം. pray for a man who is getting ready for suicide. ഞാൻ വിചാരിച്ച ദൈവമേ, ദുബായിൽ ജീവിത സുഖമുള്ള സ്ഥലത്ത് ആത്മഹത്യ ചെയ്യാൻ ആരാ ഉള്ളത്? I said, Lord, who is going to get into a suicide in Dubai? ഒരു കാറിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ദൈവദാസന്റെ കൂടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ ആ വീടിനൊക്കെ കാർ നിന്നു. The car stopped at a place where I was traveling വഴി with the man ഇങ്ങനെ of God. തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Looking for the road. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു പാർക്കിന് സൈഡിലൂടെ നടന്ന് കാർ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവിടെ നിർത്തി. We stopped near a park when we were traveling. അവിടെ നിർത്തി കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാ ഈ വീട് ആരുടെ? അവർ പറഞ്ഞു, ഇത് നമ്മുടെ സുഹൃത്തിന്റെ വീട്, അവിടെ We said, കയറാമെന്ന്. let us get into this house. Whose house is it? It's a friend's house. ശരി, എന്നാ ആയിക്കോട്ടെ, സുഹൃത്തിന്റെ വീട്ടിലോട്ട് കയറി. So we went to a friend's house. ആ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോ ദൈവാത്മാവോട് പറഞ്ഞു, ഇതാ വീട്. When we went into that place, the Lord told me, this is the house. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഭർത്താവ് മുഴുവൻ മദ്യപാനിയാ. The husband is the drunkard. രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്യപിക്കും. Morning till evening he drinks. ഒരു പാവം ഒരു സ്ത്രീ ആ വീടിനകത്തുണ്ട്, മൂങ്ങ പോലെ. Inside that house there is a woman like an owl. ഓ, ഒന്നും മിണ്ടാറ്. She doesn't speak anything. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി Crying and crying and അവൾ crying. വീട്ടിൽ കഴിയുകയാ. She's living in that house. എന്ന ദൈവാത്മാവോട് പറഞ്ഞു, The Holy Spirit told me, റിലീസായേ പറ്റത്തുള്ളൂ. she has to be released. ഇവൻ മരിക്കാൻ സമയങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുക. He is counting time to die. ഹല്ലേലൂയ. Hallelujah. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഒന്ന് മാറ്റി നിർത്തി ചോദിച്ചു I told a sister like this. അദ്ദേഹത്തോട്, I asked him, ജീവിക്കാൻ താല്പര്യമില്ലല്ലേ എന്ന് ചോദിച്ചു. you don't like to live, isn't it? എന്നെ യേശു പറയുന്നു, നീ ജീവിക്കണമെന്ന്. But Jesus says you must live. ഒറ്റ കരച്ചില്. He started to cry. അവൻ അല്പം മദ്യമകത്തുണ്ട്, എങ്കിലും വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. He had a little liquor inside, but he അവൻ began വാവിട്ട് to cry. നിലവിളിക്കാൻ തുടങ്ങി. He began to cry out loud. അവൻ നിലത്ത് വീട് കിടന്ന് ഉരുളുന്ന പോലെ എന്റെ കാലിൽ പിടിച്ചിട്ട് പറയുക, എനിക്ക് ജീവിക്കണം. He held on to my legs and said, I want to live. അപ്പോഴാ ഭാര്യ പോലും അറിയുന്നത് മരിക്കാൻ തീരുമാനിച്ചത്. Even it is at that time the wife came to know he was getting ready for ഞാൻ suicide. എന്തിനാ ഇതൊന്ന് രാത്രി പറഞ്ഞെന്നറിയാവോ? Why am I telling you tonight, you know? നമ്മളെ ദൈവം ഒരു സ്ഥലത്ത് വിട്ടാൽ അതിന് ദൈവത്തിന് പ്ലാൻ If God has sent you a place, God has a plan. ഒരു അത്ഭുത ശുശ്രൂഷകരൊന്നും അല്ല ഞാന്. I am not a big minister. അങ്ങനെ ഒരു വലിയ പോസ്റ്ററിലൊന്നും പേരടിച്ചു വരാറില്ല. My name has never come on a poster. അങ്ങനെ പേരടിച്ചു വന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷേ അവിടെ ഒന്നും ദൈവം ചെയ്തിട്ടുമില്ല. There are many places like that. Nothing has happened. ആന്ധ്രയിൽ ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോ അവിടെയുള്ള ആളുകളെല്ലാം കൂടെ, ആന്ധ്രാക്കാരെല്ലാം കൂടെ അത്ഭുത രോഗശാന്തി ശുശ്രൂഷകൻ പോസ്റ്റർ അടിച്ച്, ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പോ മുതലേ അവിടെ എല്ലാം എന്റെ പോസ്റ്റർ കണ്ടു. In Andhra Pradesh, from the time I got into the railway station, I saw my name and my picture on a poster. അകത്ത് കയറി ഒരു അഹങ്കാരം കയറി. So I began to become a little proud. ഞാൻ വിചാരിച്ചു ഭയങ്കര ശുശ്രൂഷ നടക്കാൻ പോവാ. I began to think there's a big ministry going on. ഞാൻ അവരെ വീട്ടിൽ ചെന്നു. I went to their house. 3 ദിവസം പ്രസംഗിക്കണം. 3 days I had to preach. ആന്ധ്രക്കാരായ തെലുങ്കരായ ഒത്തിരി ആളുകൾ സാധാരണക്കാർ അവിടെ Many കൂടിയിട്ടുണ്ട്. Andhrites were there, ordinary people. 1-ാം ദിവസം ഞാൻ പ്രസംഗിച്ചു.
First day I preached. എനിക്ക് ഇംഗ്ലീഷ് ശരിക്കും പറയാൻ അറിഞ്ഞൂടാ. I really know how to speak. അവിടെ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത കുറെ അധികം ആളുകളുണ്ട്. അതിനിടയിൽ എന്റെ പൊട്ട ഇംഗ്ലീഷ് കുഴപ്പമില്ലായിരുന്നു. A lot of people were there who did not know English in the midst of that. പക്ഷെ എനിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ആരെയും കിട്ടിയില്ല. But I didn't get anybody to translate it. പക്ഷെ എന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവിടെയുള്ള തെലുങ്കിലെ ഒരു പാസ്റ്ററുടെ മോൻ ശാമുവേൽ മുമ്പോട്ട് വന്നു. A man called Samuel, a pastor son, was ready to translate അപ്പൊ my എന്റെ English. ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണെങ്കിൽ എനിക്ക് നല്ല മെസ്സേജ് അറിയാവുന്ന മെസ്സേജ് മാത്രം ഞാൻ ഇംഗ്ലീഷിലാക്കി പകല് മുഴുവൻ പരിശ്രമിച്ചിട്ട് രാത്രി ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. So I began to speak in English. The English I knew from the little message I knew well. 2 ദിവസവും ഒരു രോഗശാന്തിയും നടന്നില്ല. 2 days, nothing happened. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. I was sad, very sad. ഞാൻ പറഞ്ഞു നാണം കെട്ടല്ലോ ദൈവമേ. Lord, I am insulted. ഞാൻ ഭയങ്കരമായ അപമാനിതനായി. എനിക്കിനി എന്ത് ശുശ്രൂഷയാ നാളെ ചെയ്യാൻ പറ്റും? What am I going to do tomorrow? 2 days it has been insult. ഹല്ലേലൂയ. Hallelujah. ഞാൻ വരുന്നെന്ന് കേട്ട് വണ്ടിയിൽ ഉന്തിക്കൊണ്ട് ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. People have come with people in the wheelchair hearing that a man with miraculous healing. എണ്ണ ഓരോരുത്തരും കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുന്നുണ്ട്. People are bringing a lot of oil in their വീട്ടിൽ കൊണ്ടുവന്ന് മോന് പുരട്ടാൻ, പിന്നെ അസുഖം ബാധിച്ച് കിടക്കുന്ന അപ്പന് പുരട്ടാൻ ഒക്കെ എണ്ണയുമായിട്ട് വന്നിരിക്കുക. People have come with oil for me to bless and give to people in the house. ഞാൻ ഇതൊന്നും പറഞ്ഞിട്ട് ആരും ഒരു സാക്ഷിയും 2 ദിവസവും പറഞ്ഞില്ല. Nobody said any testimony in the first 2 days. എനിക്ക് നാണക്കേട് വന്നു. എനിക്ക് I felt insulted. ദൈവം നീ എന്നെ അയച്ചതാണെങ്കിൽ ഒരു രോഗിയെങ്കിലും ഒന്ന് സുഖമാക്കിന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു കേട്ടാൽ സുഖമായിരുന്നു. Lord, at least one person let it be healed so that they will know you sent me. അന്ന് രാത്രി ഞാൻ പകല് മുഴുവൻ വാവിട്ട് നിലവിളിച്ചു. That whole day I cried out to the Lord. എന്റെ കൂടെ ഒരു നാരായണ സാർ ഉണ്ടായിരുന്നു. There was a person called Narayanan with me. അദ്ദേഹം വിശ്വാസിയാണ്. He was a believer. എന്റെ കൂടെ ഞാൻ മിക്കവാറും വെളി രാജ്യങ്ങളിലൊക്കെ വലിയ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ, അന്യ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഞാൻ ആരെങ്കിലും ഒരു വിശ്വാസിയെ കൂടെ കൊണ്ടുപോകും. Many times when I go outside the state I take one believer with me. കാരണം അവർക്ക് ഒരു ടെസ്റ്റിമണി ഉണ്ടാകാൻ വേണ്ടിയാണ്. Because they must get a testimony. പക്ഷേ നാരായണ സാറിനോട് പറഞ്ഞു, പാസ്റ്ററെ ഒന്നും സംഭവിച്ചില്ലല്ലോ. So this Narayanan told me nothing has happened, pastor. ഈ നാരായണ സാർ നാട്ടിൽ വന്ന് എന്റെ സഭയിൽ വന്ന് എന്ത് പറയും? What did this man will come back to my home and say? ഓ എന്റെ പൊന്നെ ഷാജി പാസ്റ്ററെ കൊണ്ട് പോയി ഇത്തവണ ഭയങ്കര നാണക്കേടായി പോയി. I was insulted. അതുകൊണ്ടാണ് ഞാൻ ആരെയും കൊണ്ടുപോകാത്തത്. That is why I Praise the Lord. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. I was very sad. അന്ന് രാത്രി ഞാൻ ദൈവാത്മാവ് ട്രെയിനെ കയറിയപ്പോൾ പറഞ്ഞൊരു ദൂത് എനിക്ക് ഓർമ്മയുണ്ട്. Suddenly I remembered a message which the Lord had told me when I was going. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയണം എന്നുകൊണ്ട് പറഞ്ഞിരുന്നു. Speak about the Holy Spirit. പക്ഷേ ഞാൻ ഒരു പ്രിപ്പറേഷനും പരിശുദ്ധാത്മാവ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ല. But I had not made any mental preparation about the Holy Spirit. അത് മാത്രമല്ല ഞാൻ വേറെ പുസ്തകം വായിച്ച് പഠിച്ചുമില്ല. That's why I didn't study the Bible also. പക്ഷേ അന്ന് പകൽ മുഴുവൻ ഞാൻ കരഞ്ഞു. But I was crying the whole day. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്നെ അപമാനിതനായി നാട്ടിൽ നിന്ന് വിടരുത്. Lord, please let me not go back insulted. ഇവിടെ ദൈവത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടണം. The ministry of the Lord must be manifested. ഞാൻ അവിടെ ഇരുന്ന തെലുങ്കരായ സാധാരണക്കാരായ പാവങ്ങൾ 100-200 പേര് ഒരു ഹോൾ നിറയിരിക്കുക. There are about 200 people, ordinary people sitting in the audience. പാസ്റ്റർ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. The pastor of that church never was baptized. പാസ്റ്ററുടെ മകൻ അഭിഷേകം The പ്രാപിച്ചിട്ടില്ല. son of the pastor is not anointed. അവിടെ ഇരിക്കുന്ന വിശ്വാസികൾ അഭിഷേകത്തിന് സാക്ഷിയായവർ ഒരെണ്ണം പോലും ഇല്ല. Not even a single believer has a testimony that is baptized. അവർക്ക് അറിഞ്ഞുകൂടാ. They don't even know about it. അവിടെ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാ. The pastor is a retired headmaster. അദ്ദേഹം അവിടെ നിപ്പുണ്ട്. അദ്ദേഹത്തിന് കാല് വയ്യ. He's standing there. His legs മകൻ cannot എനിക്ക് വേണ്ടി move. തർജ്ജമ ചെയ്യുന്നു. The son is translating for ഞാൻ me. അറിയാവുന്ന ഭാഷയിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ശുശ്രൂഷ In the language I know, I asked him, do you know about the Holy Spirit? ആദ്യ നിമിഷം തന്നെ അവരോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ്, അത് എപ്പോഴാ വരുന്നത്, അത് ആരുടെ മേലാ വരുന്നതെന്ന് ഞാൻ ലളിതമായിട്ട് അവരോട് പറഞ്ഞു. Very simply I told him what the Holy Spirit, who the Holy Spirit is, to whom will it come and how he comes. ഞാൻ ചോദിച്ചു, ഇന്ന് രാത്രി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിന് മുമ്പാകെ കരയാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. Tonight those who want to cry for their sins, stand up in the presence of the Lord and do that. അവർ അന്ന് രാത്രി എല്ലാവരും എഴുന്നേറ്റ് നിന്നു. That night everybody stood up. പ്രായമുള്ളവരും രോഗികളും കുഞ്ഞുങ്ങളും എല്ലാം എഴുന്നേറ്റ് നിന്നു. Everybody there stood up. അവരെല്ലാം എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾ പാപങ്ങൾ ഏറ്റു പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മേലെ ഇറങ്ങി വരാൻ തുടങ്ങും. The minute you begin to confess to the Lord your sins, the Holy Spirit will come upon you. Thank you, Lord. ഞാൻ ഇന്ന് വരെ അതുപോലെ ഒരു അനുഭവം ഞാൻ കണ്ടിട്ടില്ല. Let me tell you, children of God, what happened next. Everybody began to cry. ഞാൻ നോക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. When I was looking, people were crying. എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ യൗവനക്കാരായ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളും ആൺകുട്ടികളും വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. I see a lot of people begin to cry. അന്ന് ആ രാത്രിയിൽ അവർ വാവിട്ട് നിലവിളി ശബ്ദമുയർത്തി വന്നത് അന്യഭാഷകളായി വെടി പൊട്ടുന്നത് പോലെ, ഒരു സൈഡ് മുതൽ മാലപ്പടക്കം പോലെ അന്യഭാഷകൾ നിറയുന്ന ഞാൻ കണ്ടു. That night I saw people speaking in tongues from one side to the other side. അത് ഒരു സൈഡ് മുതൽ കത്തി പടരാൻ തുടങ്ങി. From one side to the other side. ഹല്ലേലൂയ. Hallelujah. അത് ഒരു സൈഡ് മുതൽ മറ്റേ അരികെ വരെ അത് കത്തി പടരാൻ തുടങ്ങി. From one side to the other side it was moving. ഹല്ലേലൂയ. Hallelujah. അന്ന് രാത്രി ഞാൻ അത്ഭുതപ്പെട്ടു പോയി. That night I was amazed. ഞാൻ ആരെയും
ആരെയും തൊട്ടില്ല, I didn't touch ഒരു anybody. മനുഷ്യനെയും തൊട്ടില്ല. I didn't touch പക്ഷേ anybody. യൗവനക്കാർ അഭിഷേകം നിറഞ്ഞു. But the anointing was ഈ filled. പാസ്റ്ററിന്റെ അടുക്ക് വന്ന് എന്റെ കയ്യെ പിടിച്ചു. The pastor came near me, held my hand. എന്നോട് ചോദിച്ചു എന്താ ചെയ്യാൻ He said, പോകുന്നത്? what are you going to do? ഞാൻ പറഞ്ഞു എനിക്ക് 9:30 ആകുമ്പോൾ ബസ്സിന് I പോകണം. said, I have to leave by the 9:30 പാസ്റ്റർ bus. എന്നോട് പറഞ്ഞു പാസ്റ്റർ നിർത്തിയിട്ട് പോകണം. He said, Pastor, stop this and go. ഞാൻ മൈക്ക് ഓഫ് ചെയ്തു. I put the mic ഞാൻ off. അവിടുത്തെ കീബോർഡ് സ്റ്റോപ്പ് ചെയ്തു. I stopped the പക്ഷേ ഈ keyboard. അഭിഷേകം നിന്നില്ല. But the anointing did not ഇതൊക്കെ stop. ശക്തിയോടെ തുടരാൻ തുടങ്ങി. They began to അതെ, continue. എന്തെന്നില്ലാത്തൊരു അഭിഷേകം അവിടെ Was നിറഞ്ഞു. such an anointing. അവരാരും അതുവരെ അഭിഷേകം വ്യാപിച്ചിട്ടില്ല. Nobody had gotten the ഞാൻ നോക്കുമ്പോൾ baptism. എനിക്ക് വേണ്ടി തർജ്ജമ ചെയ്ത പാസ്റ്റർ അന്യഭാഷയിൽ പാടാൻ തുടങ്ങി. The pastor's son began to speak in tongues. ഞാൻ ആ പാസ്റ്റർ അവിടുത്തെ പാസ്റ്റർ കാല് വയ്യാത്ത പാസ്റ്ററെ പിടിച്ചുകൊണ്ട് ഇതിനിടെ കൂടെ നടക്കാൻ തുടങ്ങി. I began to take that old pastor. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ അഭിഷേകത്തിൽ വിരിവി നിൽക്കുന്ന ആളുകളെ ഞാൻ ചെറുതെ പോയി ഇങ്ങനെ I began തൊട്ടുകൊണ്ടേ. to touch the people under the anointing. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി ആ ശുശ്രൂഷയിൽ അഭിഷേകം പ്രാപിക്കുക മാത്രമല്ല രോഗികൾ അത്ഭുതമായി സൗഖ്യം പ്രാപിച്ചു. Hallelujah! People began to be healed, not only filled with the Holy ആ Spirit. സ്ഥലം ആന്ധ്രയിലെ ഏലൂരിനടുത്തുള്ള രാമചന്ദ്ര റാവുപേട്ട എന്ന് പറയുന്ന ഒരു The സ്ഥലമാണ്. name of the place is Ramachandra Rao Peta near Elu. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? അഭിഷേകം വ്യാപരിച്ചാൽ രോഗശാന്തി തനിയെ നടക്കും. If the anointing flows, Hallelujah. the healing takes place. അഭിഷേകം ഒരു സഭയ്ക്കകത്ത് വന്നാൽ എല്ലാ കെട്ടുകളും ഇന്ന് രാത്രി If അഴിയും. the anointing comes into a church, all the things will be taken away. അഭിഷേകം വെളിപ്പെട്ടാൽ അതിനു മുമ്പിൽ ഒരു ശക്തിക്ക് നിൽക്കാൻ പറ്റത്തില്ല. If the anointing is released, ഇന്ന് nothing രാത്രി can എല്ലാവരും stand. ഒന്ന് എഴുന്നേറ്റാട്ടെ. Tonight can we ഇന്ന് all രാത്രി stand? എല്ലാവരും എഴുന്നേറ്റാട്ടെ. Hallelujah. ഈ അഭിഷേകത്തിന്റെ നിറവിനായി ഇന്ന് രാത്രി Let us പ്രാർത്ഥിക്കുന്നത്. pray for the എനിക്കൊന്നും filling. ചെയ്യാനില്ല. I have nothing to do. ഇന്ന് രാത്രി കരമുയർത്തി your- കർത്താവിനോട് പറയാൻ തുടങ്ങ. Lift your hands and start ഈ crying. അഭിഷേകം എന്റെ മേൽ വരണം. Lord, I need the ഈ നിറവ് ഇന്ന് anointing. രാത്രി എന്റെ മേലെന്ന് വരണം. Lord, I need it, ഈ Lord. അഭിഷേകം എന്റെ മേൽ വന്ന Lord, I want the anointing. ആർക്കും മുറിക്കാൻ കഴിയാത്ത Nobody can break. ആർക്കും മുറിക്കാൻ കഴിയാത്ത Nobody can break. ഒരു അഭിഷേകം എന്റെ മേൽ വന്ന An anointing. ഇന്ന് രാത്രി അത്ഭുതം നടക്കുന്ന രാത്രിയാകും. Gorabara Santara Lila. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞാട്ടെ. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് Hallelujah. അഭിഷേകം പ്രാപിച്ച പ്രിയപ്പെട്ടവർ ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ തുടങ്ങിയാട്ടെ. എല്ലാവരും അതിനെ തുറന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ശക്തിയോടെ അതെ, ആത്മാവിൽ നിറഞ്ഞവർ ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചാട്ടെ. കരമടിച്ച് ആരാധിക്കാം. Baba Gabara. എല്ലാവരും കരമടിച്ച് clap your hand. ശക്തിയോടെ വായി തുറന്ന് ദൈവത്തിന്റെ സ്തോത്രം കരേറ്റിയാണ്. Thank you for the anointing, Yes, Lord. ഇന്ന് രാത്രി ദൈവം love you, Lord. പ്രവർത്തിക്കുന്ന രാത്രിയാ. Hallelujah. അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് രാത്രി Hallelujah. ജീവിക്കുന്നുണ്ട്. മൗനമായിരിക്കല്ലേ, Clap your hands. മൗനമായിരിക്കല്ലേ. Clap your വായി hands. തുറന്ന് എല്ലാവരും സ്തോത്രം ചെയ്യാൻ Allah തുടങ്ങിയാട്ടെ. Rabakabara ഈ രാത്രിയിൽ Santa. അഭിഷേകത്തിന് നിറവ് വെളിപ്പെടുകയാണ്. Rika Baro Ro 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 യേശുവിന്റെ Ro നാമത്തിൽ So Ko Ro എല്ലാവരും Ro അതിനെ Ro Ro. തുറന്ന് ഇന്ന് രാത്രി യേശുവിന്റെ Fire നാമത്തിൽ on you. കരേറ്റാം. ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന് നിറവ് വെളിപ്പെടട്ടെ. Hallelujah. Glory to God, glory to God, glory to God. ആരും മൗനമാകരുത്. എല്ലാവരും മധുരം ചലിക്കട്ടെ ശക്തിയോടെ. Please ഇന്ന് open രാത്രി your ദൈവത്തിന്റെ mouth. അഭിഷേകം വെളിപ്പെടുക. Open your mouth. യേശുവിന്റെ നാമത്തിൽ Yes. അഭിഷേകം വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ അഭിഷേകം വ്യാപരിക്കട്ടെ. ഉത്തമന ഘടക ശബ്ദൽ കവിടമ ദൈവത്തിന്റെ മകരമേൽ ശക്തിയുടെ വ്യാപാരം വെളിപ്പെട്ടേ ഒക്കെയുള്ളൂ. ഇന്ന് രാത്രി വിധികത്തിന് ശക്തിയാ. Glory to God. Yes. Glory to God. Yes. Amen, 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 amen. Thank you, Jesus. ദൈവം ഇന്ന് രാത്രി ജനത്തെ സന്ദർശിക്കുന്ന രാത്രിയാ. Tonight the Lord is visiting his people. നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിലേക്ക് പോകുമ്പോ When you go tonight to your homes, നിങ്ങളുടെ അധരങ്ങളിൽ വിതിമ്പി നിൽക്കുന്ന ഈ അഭിഷേകവുമായിട്ട് പോകണം. go with the anointing that is on your tongue. നാളെ വൈകിട്ട് വീണ്ടും വരേണ്ടവരുണ്ട്, രാവിലെ വരേണ്ടവരുണ്ട്. There are those of you who want to come tomorrow morning and evening. നിങ്ങളുടെ അധരത്തിൽ അനാവശ്യമായതുള്ളെല്ലാം ഒഴിവാക്കിയിട്ട് Please avoid every negative, dirty, accusative tones from our mouths. ഒരു പ്രതീക്ഷ വെച്ചവരായി വരണം. Come with great expectation. അതെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കിവിടെ ലഭിച്ച സമയം മാത്രമല്ല, ഉപവാസ പ്രാർത്ഥന സമാപന സമയം വരെ ദൈവത്തിന്റെ ആത്മാവ് ചില ക്രിയകൾ നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കും. The Holy Spirit will do his work not ഒന്നല്ല- only now but throughout the 21-day fasting and even beyond. ആമേൻ. ഒന്നല്ലെങ്കിൽ മറ്റൊരു ദൈവദാസനിലൂടെ Either through one or another man of God. ദൈവം ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കും. God will do some things here. Yes. ഈ ഉപവാസത്തിന്റെ ഒടുവിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ ചിലത് ദൈവം തരും. Hallelujah. ഓ ശരമന ഘടകധര ജല. Hallelujah. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
എന്റെ കർത്താവ് വെറുതെ ഒന്നും ചെയ്യുന്നില്ല. The Lord doesn't do anything just like ഒരു that. തീരുമാനം ഒരാളെടുത്താൽ അതിന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. If you take a decision, God has a plan. ഇന്ന് രാത്രി ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്ന് രാത്രി ആദ്യം അറിയണം. Tonight know that the Lord has a plan for you. എന്നെ ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നതിൽ എന്റെ ദൈവത്തിന്റെ പദ്ധതി നിറവേറും. My God's plan will be fulfilled in bringing me tonight. ലോകത്തിൽ ഒരു ദൈവദാസനും ഒരു രാജ്യം സന്ദർശിക്കാൻ പോകുന്നത് വെറുതെ പോകുന്നതല്ല. No man of God goes to a nation for something simple. കാഴ്ച കാണാൻ പോകുന്നതല്ല. He's not going to see that it be a visitor. എല്ലാവരുടെയും മനസ്സിൽ ഭൗതിക ചിന്തയുണ്ട്. Everybody has worldly thoughts in their mind. എല്ലാവർക്കും ഭൗതിക ആവശ്യങ്ങളുണ്ട്. Everybody has worldly needs. പക്ഷേ അതെല്ലാം ദൈവം നടത്തിക്കോളും. God will take care of that. അതെല്ലാം ദൈവം നടത്തും. God will do it. പക്ഷേ ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ പറയാം. Tonight I'll tell you one thing. എന്നെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയെങ്കിൽ, ഈ ആരാധനയിൽ പങ്കെടുപ്പിച്ചെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റി തന്നെ ചെയ്യും. If God has brought you, made you partakers of this worship, God will fulfill His plan for you. രാത്രി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. May the Lord bless you tonight. എല്ലാവരും ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. Can we lift our hands and say thank you, Lord? കർത്താവിനെ സ്തുതിച്ചാട്ടെ. Just praise the Lord. Hallelujah. Hallelujah. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കും. May the Lord bless us. നല്ല കർത്താവേ, രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും നീ പതിച്ച നിന്റെ അഭിഷേകത്തിനായി സ്തോത്രം. വരുന്ന നാളുകളിൽ കർത്താവെ, നീ എന്തെല്ലാം ഞങ്ങളുടെ മേൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിന് 10 മടക്കി തരുവാൻ ഞങ്ങളെ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. We receive every word that you have given to the children tonight and to us, Lord. Let it be fruitful and multiply. ദേവദാസനെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയിൽ ബലത്തോടെ നിർത്തിയിരിക്കാൻ സ്തോത്രം. അഭിഷേകത്തിൽ വർദ്ധിപ്പിച്ച് നിർത്തിയിരിക്കാൻ സ്തോത്രം. നാളത്തെ മറ്റന്നാളത്തെ മീറ്റിംഗുകൾ ഞങ്ങൾ തിരിച്ചിലേക്ക് തരുന്നു. കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരുന്ന ദിവസങ്ങളിലെല്ലാം കർത്താവെ നീ പലരിൽ കൂടെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. നന്ദിയോടെ ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കർത്തൃത്വവും നമ്മോടും നാം കേട്ട വചനത്തോടും എല്ലാ നല്ല പകർച്ചയോടും ഇപ്പോൾ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി നമുക്ക് ജയം തന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, 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 ആമേൻ.